അതേപോലെ തന്നെ ദേശാന്തര ഗമനം നടത്തുന്ന ആർട്ടിക് ടേണിനെ പോലെയുള്ള പക്ഷികൾ, നിരവധി പക്ഷികളുണ്ട്. ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ തന്നെ നിരവധി കാര്യങ്ങൾ ഉണ്ടാകും. ആർട്ടിക് ടേണിന്റെ കാര്യം പറഞ്ഞാൽ ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് പോകുന്നു. അത് അന്റാർട്ടിക്കിൽ വെച്ച് അതിന്റെ പ്രജനനം നിർവഹിക്കുന്നു. അവിടെ വെച്ച് കുഞ്ഞുണ്ടാകുന്നു. തിരിച്ച് ആർട്ടിക്കിലേക്ക് പറക്കുന്നു. 18,000 കിലോമീറ്ററാണ് പറക്കുന്നത്. ഈ 18,000 കിലോമീറ്റർ പറക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഒരാളും വഴികാട്ടിയില്ലാതെ കൃത്യമായി അത് സ്ഥലത്തെത്തുകയാണ്. മാത്രമല്ല, അത് ജനിച്ചതിന് ശേഷം, പുതിയ കുഞ്ഞ് ജനിച്ചതിന് ശേഷം തിരിച്ചു പറക്കുന്ന സമയത്ത് മുന്നിൽ പറക്കുന്നത് കുഞ്ഞുപക്ഷിയാണ്. അവിടുന്ന് ജനിച്ച കുട്ടിപ്പക്ഷികളാണ്. ആ അന്റാർട്ടിക്കിൽ നിന്ന് ജനിച്ച കുട്ടിപ്പക്ഷികളാണ് മുന്നിൽ പറക്കുന്നത്. പക്ഷേ ആ കുട്ടിപ്പക്ഷികൾ തങ്ങളുടെ തള്ളപ്പക്ഷികൾ എവിടെ നിന്നാണോ പുറപ്പെട്ടത് അതേ സ്ഥലത്ത് തിരിച്ചെത്തുന്നു എന്ന കാര്യം ശാസ്ത്രജ്ഞന്മാരെ തെല്ലൊന്നുമല്ല അത്ഭുതപ്പെടുത്തുന്നത്. എവിടെ നിന്ന് ലഭിച്ചു ഇതിന് ഈ ജ്ഞാനം എന്നുള്ള കൃത്യമായൊരു ചോദ്യമുണ്ട്. നാം തലമുറകളായി, കലാനാഥ മാസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, അറിവ് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകരുന്നത് കൊണ്ടാണ് അറിവിന് വികാസമുണ്ടാകുന്നത്. നമ്മൾ തലമുറകളായി ആർജിച്ച അറിവ്, അതും പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തി അടുത്ത തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവ് ഈ പക്ഷികൾക്ക് ജന്മന ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു കാര്യമൊന്നുമല്ല. ഇതേപോലെ തന്നെ സാൽമൺ മത്സ്യത്തിന്റെ സമുദ്രാന്തര യാത്ര, അത് അതിനേക്കാൾ അത്ഭുതകരമാണ്. 32,000 കിലോമീറ്റർ സമുദ്രത്തിലൂടെ യാത്ര ചെയ്തിട്ട് 32,000 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ശുദ്ധജല തടാകങ്ങളിൽ നിന്നും നദികളിൽ നിന്നുമെല്ലാം യാത്ര ചെയ്ത് അത് പസഫിക്കിലെത്തുകയും പസഫിക്കിലൂടെ 4 വർഷക്കാലം യാത്ര ചെയ്ത് അങ്ങനെ ജപ്പാന്റെ തീരത്തെത്തുകയും അങ്ങനെ തിരിച്ച് ആ 4 വർഷം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് പസഫിക്കിലെ നിന്ന് വഴിതിരിഞ്ഞു പോകുന്ന ആയിരക്കണക്കിന് നദികളിൽ, അത് ഏത് നദിയിലൂടെയാണോ വന്നത് ആ നദിയിലൂടെ തന്നെ തിരിച്ച് വളരെ കൃത്യമായി അത് പുറപ്പെടുത്ത് തിരിച്ചെത്തുന്നു എന്നുള്ള വസ്തുത തെല്ലൊന്നുമല്ല നമ്മൾ അത്ഭുതപ്പെടുത്തേണ്ടത്. പക്ഷേ നമുക്ക് കണ്ണടച്ച് പറയാം ഇതിനൊന്നും പിന്നിൽ ആരുമില്ല എന്ന്. പരിശുദ്ധ ഖുർആൻ വളരെ ശ്രദ്ധേയമായ ഒരു വചനം പറയുന്നുണ്ട്. ഫറോവ ചക്രവർത്തിയുടെ മുന്നിൽ അഥവാ ഞാനാണ് ദൈവമെന്ന് വാദിച്ച അന്നത്തെ ഏറ്റവും വലിയ ഭൗതികവാദിയായ ഫറോവ ചക്രവർത്തിയുടെ മുന്നിൽ ദൈവിക സന്ദേശം പഠിപ്പിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മോശെ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ സഹോദരനായ ഹാറൂൺ നബി അലൈഹി സ്വലാത്തു വസ്സലാം, രണ്ടുപേരും കൂടി കടന്നു ചെന്നുകൊണ്ട് സട്ടാവായ തമ്പുരാനെ പരിചയപ്പെടുത്തിയപ്പോ അവൻ ആരാണ് മൂസ, നിങ്ങളുടെ റബ്ബ് എന്ന് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടിയുണ്ട്. റബ്ബുനല്ലദീ ആതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, ഞങ്ങളുടെ രക്ഷിതാവ് എന്നാൽ ഓരോ സൃഷ്ടികൾക്കും അതിന്റെ പ്രകൃതം നൽകുകയും അവക്ക് മാർഗദർശനം നൽകുകയും ചെയ്തവനാകുന്നു. ജീവികൾക്കെല്ലാം അതിന് ജന്മന മാർഗദർശനം ലഭിച്ചിരിക്കുന്നു. അത് എങ്ങനെ ജീവിക്കണം എന്നതിന് കൃത്യമായ മാർഗദർശനം. നമ്മുടെയും ഓരോ അവയവങ്ങൾക്കും സട്ടാവായ തമ്പുരാന്റെ കൃത്യമായ മാർഗദർശനം ലഭിച്ചിരിക്കുന്നു. ഇവിടെ കലാനാഥ മാസ്റ്റർ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കണ്ണ് എന്ന ഇന്ദ്രിയത്തെ കുറിച്ച്, അതിൽ നിന്ന് ലഭിക്കുന്ന അറിവിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ അറിവിനെ കുറിച്ച് ചിന്തിക്കുന്ന മാസ്റ്റർ കണ്ണ് എന്ന അത്ഭുതകരമായ അവയവം, അതിന്റെ സങ്കീർണതയെ കുറിച്ച് എത്രത്തോളം ചിന്തിച്ചു എന്നെനിക്ക് സംശയപാട്. ഇത്രയും സങ്കീർണമായ കണ്ണിനെ കുറിച്ച് ഡാർവിൻ പോലും അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഒറിജിൻ ഓഫ് സ്പീഷീസിൽ പറഞ്ഞല്ലോ, കണ്ണ് എങ്ങനെ പരിണമിച്ചുണ്ടായി എന്ന്. ഇത്രയും കോംപ്ലക്സ് ആയ ഇങ്ങനെയുള്ള ഒരു അവയവം ഏത് രൂപത്തിൽ പരിണമിച്ചുണ്ടായി എന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. കണ്ണിനെ പോലെയുള്ള അവയവങ്ങൾ എന്റെ സിദ്ധാന്തത്തിന്റെ മുന്നിൽ വിലങ്ങുതടിയായി നിലനിൽക്കുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഏതായിരുന്നാലും കണ്ണിനെ പോലെയുള്ള ആ അവയവങ്ങൾ, ഈ കണ്ണ് ഇന്ന് നമ്മൾ ഇത്രയെല്ലാം ശാസ്ത്രീയമായി പുരോഗമിച്ചിട്ടും നമ്മളെല്ലാവരും കണ്ടുപിടിച്ച് നമ്മൾ തലമുറകളായി സിദ്ധവൈഭവമുള്ള ബുദ്ധികൾ ഒരുപാട് നാളുകളായി പരിശോധിച്ച് പഠിച്ച് തെറ്റും ശരിയും മനസ്സിലാക്കിയ ശരികളിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കയറി ഇന്ന് നമ്മൾ നിർമ്മിക്കുന്ന ഡിജിറ്റലായ ഇലക്ട്രോണിക് ക്യാമറയെപ്പോലും വെല്ലുന്നതാണ് കണ്ണിന്റെ സംവിധാനങ്ങളെന്ന് നേത്ര ശാസ്ത്രജ്ഞന്മാർ പറയുമ്പോൾ ആ സംവിധാനത്തിന് പിന്നിൽ കേവല യാദൃച്ഛികതയാണ്. അത് ഏതോ ഒരു പ്രകൃതി പ്രതിഭാസമാണ്, അന്ധമായ പ്രകൃതിയാണ് എന്ന് പറയാൻ സാധ്യമല്ല മനുഷ്യർക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രതിഭാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഭൗതികവാദികൾ സൃഷ്ടാവി എന്ന രൂപത്തിൽ സൃഷ്ടികർത്താവിനെ പരിചയപ്പെടുത്താൻ തയ്യാറില്ലാത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ജീവനെ കുറിച്ച് ഞാനിവിടെ പറഞ്ഞു.
പറഞ്ഞു, ജീവൻ ഈ ഭൂമിയിൽ ഉണ്ടാകുവാൻ ഒരിക്കലും സാധ്യതയില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഭൗതികവാദിയായ ഫ്രെഡ് ഹോയിലും അദ്ദേഹത്തിന്റെ സ്നേഹിതനായ ചന്ദ്ര വിക്രമസിംഹയും ചെയ്തത് എന്താണ് എന്നറിയാമോ നിങ്ങൾക്ക്? അവർ രണ്ടുപേരും ഒരു പുതിയ സിദ്ധാന്തം ഉണ്ടാക്കി. പാൻസ്പെർമിയ എന്നാണ് ആ സിദ്ധാന്തത്തിന്റെ പേര്. ഭൂമിയിൽ ഒരിക്കലും ജീവൻ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് ആ ജീവൻ ഭൂമിയിലല്ല, ഭൂമിക്ക് പുറത്ത് ഏതോ ഗ്രഹങ്ങളിൽ ഉണ്ടാവുകയും ഏതോ കോമറ്റ്സ് ഇവിടേക്ക് വന്നപ്പോൾ ആ ജീവൻ ഭൂമിയിൽ നിക്ഷേപിക്കപ്പെടുകയും ആ ജീവനിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ജൈവവസ്തുക്കൾ ഉണ്ടാവുകയും ചെയ്തതാണ് എന്നാണ് അവർ എഴുതി വെച്ചത്. അവരുടെ അതിനുള്ള പുസ്തകങ്ങളുണ്ട്. ലൈഫ് ക്ലൗഡിനെ പോലെയുള്ള പുസ്തകങ്ങൾ, അതേപോലെ തന്നെ എവല്യൂഷൻ ഇൻ സ്പേസിനെ പോലെയുള്ള പുസ്തകങ്ങൾ ഈ രണ്ടുപേര് കൂടി എഴുതിയതാണ്. അദ്ദേഹം ചന്ദ്ര വിക്രമസിംഹ ഇന്നും ജീവിച്ചിരിക്കുന്നു. അതേസമയം ഫ്രെഡ് ഹോയിൽ 2001 മരണപ്പെട്ടു. ഇവർ മാത്രമല്ല, എത്രത്തോളം ഫ്രാൻസിസ് ക്രിക്ക്, നമുക്കറിയാം വാട്സൺ ക്രിക്ക് മോഡലാണ് ഇന്ന് DNA മോഡലിന്റെ ഏറ്റവും വലിയ മോഡലായിട്ട് അറിയപ്പെടുന്നത്. വാട്സൺ ക്രിക്ക് മോഡല് അവതരിപ്പിച്ച ഫ്രാൻസിസ് ക്രിക്ക് എന്ന് പറയുന്ന ജനിതക ശാസ്ത്രരംഗത്തെ ഉന്നതനായ ശാസ്ത്രജ്ഞൻ, അദ്ദേഹം വളരെ പച്ചയായി ലൈഫ് ഇറ്റ്സെൽഫ്, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് നേച്ചർ എന്നുള്ള ഗ്രന്ഥത്തിൽ പറഞ്ഞു, പാൻസ്പെർമിയ സിദ്ധാന്തമാണ് സത്യമെന്ന്. അഥവാ ഒരിക്കലും ഭൂമിയിൽ ജീവൻ നിലനിന്നു എന്ന് പറയാൻ, ജീവൻ ഉണ്ടായി എന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഏതോ ബഹിരാകാശ ഗോളത്തിൽ നിന്ന് ജീവൻ ഉണ്ടാവുകയും അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയും ചെയ്തതാണ് എന്ന് വിശ്വസിച്ചാൽ മതി. സൃഷ്ടികർത്താവായ തമ്പുരാൻ ജീവൻ സൃഷ്ടിക്കുകയാണ് ചെയ്തതെന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക് ഏതെങ്കിലും കോസാറുകളിൽ ജീവൻ ഉണ്ടാവുകയും ഭൂമിയിലേക്ക് കയറ്റി അയക്കുകയാണ് ചെയ്തതെന്ന് വിശ്വസിച്ചാലും അതിന് ശാസ്ത്ര സിദ്ധാന്തം എന്ന പേര് ലഭിക്കും, അതിന് ലേബൽ ഉണ്ടാകും, അത് അന്ധവിശ്വാസമാകില്ല. പക്ഷേ ഇവിടെ സൃഷ്ടികർത്താവ് ഉണ്ടാക്കിയതാണ്, സൃഷ്ടികർത്താവിന്റെ കൃത്യമായ നിയമങ്ങൾക്ക് വിധേയമായി കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായതെന്ന് പറഞ്ഞാൽ അവിടെ അശാസ്ത്രീയമാകും, അത് അടിസ്ഥാനരഹിതമാകും, അത് അന്ധവിശ്വാസമാകും. ഇനി ശാസ്ത്രം തന്നെ ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തി സൃഷ്ടാവിനെ സ്ഥാപിച്ചാലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല എന്നിടത്താണ് ഭൗതികവാദികൾ എന്നുള്ളതാണ് സത്യം. ഞാൻ യുക്തിരേഖയിൽ നിന്നാണല്ലോ തുടങ്ങിയത്. ബഹുമാന്യനായ കലാനാഥൻ മാസ്റ്ററിൽ തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇക്കഴിഞ്ഞ ലക്കം യുക്തിരേഖയാണ് എൻ്റെ കൈവശമുള്ളത്. സെപ്റ്റംബർ മാസം 2004, കഴിഞ്ഞ ലക്കം എന്ന് പറഞ്ഞാൽ ഈ മാസം ഒക്ടോബർ 1 തീയതി തുടങ്ങിയിട്ടുള്ളൂ. ഇദ്ദേഹം ഇതില് ഈ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നിടത്ത് വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം തന്നെ അതിന് വിശദീകരണം നൽകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ യുക്തിരേഖയുടെ പേജ് 16-ാം പേജിൽ അദ്ദേഹം എഴുതുകയാണ്, ഡോക്ടർ ആർ ഗോപിമണിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ്, ഈശ്വരൻ സത്യമാണെന്ന് ശാസ്ത്രം സ്ഥാപിച്ചാലും യുക്തിവാദികൾ ഈശ്വരനെ നിഷേധിക്കും, എതിർക്കും. കാരണം ഈശ്വരൻ ഒരു സാമൂഹിക തിന്മയാണ്, ചരിത്രപരമായി സ്ഥിരീകരിക്കപ്പെട്ട തിന്മ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ഈശ്വരൻ സാമൂഹിക തിന്മയാണോ അല്ലേ എന്നുള്ളത് മറ്റൊരു വശം. ശാസ്ത്രീയമായി ശാസ്ത്രം തന്നെ സ്ഥാപിച്ചാലും ഈശ്വരനെ ഭൗതികവാദികൾ എതിർക്കുക തന്നെ ചെയ്യും. ഇതേ രൂപത്തിലുള്ള ഒരു സ്വരം പരിണാമവാദത്തിന്റെ ജ്വലിച്ചു നിന്നിരുന്ന സമയത്ത്, ഞാൻ ബോധപൂർവം തന്നെയാണിത് പ്രയോഗിക്കുന്നത്, ജ്വലിച്ചു നിന്നിരുന്ന സമയത്ത്, ഇന്ന് പരിണാമവാദത്തിന്റെ ആളുകൾ തന്നെ അതിനെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആവശ്യമെങ്കിൽ ചർച്ച അങ്ങോട്ട് പോകാം ഇൻഷാ അല്ലാഹ്. ഇവിടെ പരിണാമവാദം ജ്വലിച്ചു നിന്നിരുന്ന സമയത്ത് പരിണാമവാദിയായ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ സർ അർദൈർ കൈത്ത് പറഞ്ഞു, പരിണാമവാദം ഒരിക്കലും സ്ഥാപിക്കാൻ കഴിയില്ല, അതൊട്ട് സ്ഥാപിച്ചിട്ടില്ല. ഞങ്ങൾ പരിണാമവാദികളാണ്. എന്തുകൊണ്ടെന്നാൽ പരിണാമവാദം അംഗീകരിക്കാതിരുന്നാൽ പിന്നെ ഇവിടെ സൃഷ്ടി നടന്നു എന്ന് അംഗീകരിക്കേണ്ടി വരും. സൃഷ്ടി നടന്നു എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ സൃഷ്ടാവിനെ അംഗീകരിക്കേണ്ടി വരും. അത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. എന്തുകൊണ്ട് എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്തുവാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. ഈശ്വരനെ ഭൗതിക ശാസ്ത്രം അംഗീകരിച്ചാലും നേരത്തെ പറഞ്ഞ എല്ലാ കടമ്പകളും കടന്ന്, ജ്ഞാനശാസ്ത്രത്തിന്റെ ന്യൂട്ടോണിയൻ കടമ്പകൾ മുഴുവനും കടന്ന് ഭൗതിക ശാസ്ത്രപരമായി ദൈവമുണ്ട്, സൃഷ്ടാവുണ്ട് എന്ന സൃഷ്ടാവ് അനിവാര്യമാണ് എന്ന് അംഗീകരിക്കപ്പെട്ടാലും ഭൗതികവാദികൾ അതിനെ നിഷേധിക്കുക തന്നെ ചെയ്യും. കാരണം അത് ചരിത്രപരമായ ഒരു തിന്മയാണ് എന്നുള്ളതാണ്. ചരിത്രപരമായ തിന്മ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അത് മറ്റൊരു വശപാട്. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിന്റെ ലേബലുമായി പ്രത്യക്ഷപ്പെടുകയും ശാസ്ത്രത്തിന്റെ ലേബലിൽ ഭൗതികവാദ പ്രചരണം നടത്തുകയും ചെയ്യുന്ന ആളുകളുണ്ട് നമ്മുടെ പ്രദേശങ്ങളിൽ. അവർ കൂടി മനസ്സിലാക്കുക, അറിയുക, അന്ധതയുടെ അന്ധത മാത്രമാണ് ഭൗതികവാദം എന്നുള്ളത്.
കാരണം കൃത്യമായി ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് എന്ന് ഗൗരവതരമായി പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും. ഇതിന്റെ പിന്നിൽ വ്യക്തമായൊരു സംവിധായകനുണ്ട്, ആസൂത്രകനുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ആ പ്രപഞ്ചത്തിന്റെ ആസൂത്രകൻ, ആ സംവിധായകൻ, അവന് ഈ പ്രപഞ്ചത്തിൽ ചെറുതും വലുതുമായ സകല പ്രതിഭാസങ്ങൾക്കും അവക്കാവശ്യമായ മാർഗദർശനം നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിന് ആവശ്യമായ കൃത്യമായ മാർഗദർശനം നൽകുകയും അതോടൊപ്പം തന്നെ അവക്ക് വ്യവസ്ഥ നിർണയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ തമ്പുരാനെ, അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധ ഖുർആൻ. അങ്ങനെയാണ് ബഹുമാനനായ കരുണാനാഥൻ മാസ്റ്റർ പറഞ്ഞ ദൈവ ഗുണങ്ങൾ നമുക്ക് പിന്നീട് പരിശോധിക്കാവുന്നതാണ്. മാസ്റ്ററോടക്കം, എൻ്റെ മുന്നിലിരിക്കുന്ന ഭൗതികവാദികളോടക്കം, എന്നെ കേൾക്കുന്ന മുഴുവൻ സഹോദരന്മാരോടുമടക്കം എനിക്ക് പറയാനുള്ളത്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ മാറി മാറിയുള്ള ആഗമനത്തിലും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. കണ്ണടച്ചിരുട്ടാക്കുന്നവർക്കല്ല. ചിന്തിക്കുക, കൃത്യമായി മനസ്സിലാക്കുക. ഇതിന് പിന്നിൽ യാദൃച്ഛികതയാണോ, അതല്ല ഒരു സിദ്ധവൈഭവമുള്ള ബുദ്ധിയുടെ പ്രവർത്തനങ്ങളാണോ? അന്ധതയില്ലാതെ കാര്യങ്ങൾ കാണുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും ദൈവം സത്യമാണ്, സത്യമാണ്, സത്യമാണ് എന്നുള്ളത്. അന്ധതയോടുകൂടി ഞാൻ തന്നെയാണ് ഏറ്റവും ഉന്നതനെന്ന് വിചാരിച്ചുകൊണ്ട് അഹങ്കാരത്തോടുകൂടി ഈ പ്രതിഭാസങ്ങൾ നോക്കുന്നവർ തങ്ങളുടെ മുന്നിൽ കാണുന്ന വസ്തുതകൾക്ക് നേരെ കണ്ണടക്കും. അത് സ്വാഭാവികമാണ്. പക്ഷേ സർവശക്തന്റെ അസ്തിത്വം അതുകൊണ്ട് നിഷേധിക്കപ്പെടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. വിഷയത്തെ കൃത്യമായി പഠിക്കുക, മനസ്സിലാക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അടുത്തതായി ഖണ്ഡനമാണ്. കലാനാഥൻ മാസ്റ്റർ 20 മിനിറ്റാണ് സമയം. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട അക്ബർ അദ്ദേഹത്തിൻ്റെതായ കുറേ നിലപാടുകൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഈ പ്രതികരണത്തിൽ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളോടുള്ള അഭിപ്രായമാണ് എനിക്ക് പറയേണ്ടത്. ഒന്നാമതായി, ഞാൻ അവതരിപ്പിച്ച അടിസ്ഥാന പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിട്ടില്ല. അത് പിന്നേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. എൻ്റെ അവതരണത്തിൽ ഞാൻ ഉന്നയിച്ച, അല്ലെങ്കിൽ എൻ്റെ അവതരണത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഗൗരവമായ വിമർശനത്തോട്ടാണ് അദ്ദേഹം പ്രഭാഷണം തുടങ്ങിയത്. സൃഷ്ടിവാദത്തെ ഞാൻ ഒഴിവാക്കി എന്നതാണ്. സൃഷ്ടിവാദം നടത്തേണ്ട ആവശ്യം എനിക്കുണ്ടായിരുന്നില്ല. കാരണം ഏതെങ്കിലും മതഗ്രന്ഥത്തിലെ ഏതെങ്കിലും സൃഷ്ടിവാദത്തെ സ്ഥാപിക്കേണ്ട ഒരു മതത്തിൻ്റെ ആളല്ല ഞാൻ. മതക്കാർക്ക് അതൊരു അനിവാര്യതയായിരിക്കാം. അവനവൻ്റെ മത സൃഷ്ടിവാദം ന്യായീകരിച്ചില്ലെങ്കിൽ നിലനിൽപ്പുണ്ടാവില്ല. പക്ഷേ എല്ലാ മതത്തിൻ്റെയും എല്ലാ സൃഷ്ടിവാദങ്ങളെയും ഒറ്റയടിക്ക് ഇരുത്താനുള്ള ഇടപാടാണ് ഞാൻ ആദ്യം ചെയ്തത്. ദൈവം തന്നെ ഇല്ല എന്നൊരവസ്ഥയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണ് 3 ഗുണങ്ങളുള്ള ദൈവത്തിൻ്റെ അസ്തിത്വത്തെ ഞാൻ നിഷേധിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ഈശ്വരൻ ഇല്ലെങ്കിൽ പിന്നെ സൃഷ്ടികർമ്മം അയാളുടെ ഭാഗത്ത് നടക്കില്ല എന്ന് ഉറപ്പല്ലേ? അത് പിന്നെ ഞാൻ നിഷേധിക്കാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ സമയം കളയലാണ്. അതുകൊണ്ട് സൃഷ്ടിവാദത്തിൻ്റെ നിഷേധം എൻ്റെ വിഷയത്തിൻ്റെ പരിധിയിൽ വന്നിരുന്നില്ല. ഒഴിവാക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല. ഓരോ മതക്കാരുടെയും സൃഷ്ടിവാദം പരിശോധിച്ചാൽ ആ സൃഷ്ടിവാദത്തിൻ്റെ ഉള്ളറയിലേക്ക് കടന്നാൽ ഓരോന്നിലെയും അപാകതകളും അസംബന്ധങ്ങളും ഇഷ്ടം പോലെയാണ്. ഇവിടെ ഒരു പരിമിതിയുള്ളത്, ഞാൻ തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു പരിമിതി. ഇവിടെ മുസ്ലിം സുഹൃത്ത് മാത്രമാണ് എതിരാളിയായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ ഭിന്നാഭിപ്രായം പറയുന്നത്. അപ്പം വിമർശനം മുഴുവൻ മുസ്ലിങ്ങളുടെ മതഗ്രന്ഥം, മുസ്ലിങ്ങളുടെ ദർശനങ്ങളുമായിട്ട് ഇടപെടുക എന്ന് പറയുന്നത് ഒരു മുസ്ലിം വിരുദ്ധ വിമർശനമായി എൻ്റെ പ്രഭാഷണം അധപ്പതിച്ചു പോകും. അത് ഞാൻ ഇഷ്ടപ്പെടാത്ത ഒന്നാണ്. ഞാൻ മുസ്ലിം വിരുദ്ധനല്ല. അത് അടിവരയിട്ട് പറയാണ്. മുസ്ലിങ്ങൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ന്യൂനപക്ഷ അവകാശങ്ങളാണ്. ഭരണഘടനയിലുള്ള അവകാശം കിട്ടാതെ മുസ്ലിങ്ങൾ വിഷമിക്കുക. എൻ്റെ വ്യക്തിപരമായ നിലപാട്, മുസ്ലിങ്ങൾക്ക് ന്യൂനപക്ഷ പ്രൊട്ടക്ഷൻ കിട്ടാൻ ഭരണഘടനാ ഭേദഗതി വേണമെന്ന് വാദിക്കുന്ന ആളാണ് ഞാൻ. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഷാൽ ബി ഗിവൺ ടു മൈനോറിറ്റീസ് ടു പ്രൊട്ടക്ട് ദിയർ സ്പെഷ്യൽ റൈറ്റ്സ്. അതാണ് ഞാൻ എൻ്റെ നിലപാടിൽ ഉന്നയിക്കുന്ന നിലപാട്. അപ്പോൾ ഒരു മതനിഷേധിയായിട്ടും ന്യൂനപക്ഷ മതവിഭാഗത്തിൻ്റെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ബാധിക്കണമെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കും. അവിടെ എനിക്ക് പറയാനുള്ളത്, ഞാനൊരു ഹ്യൂമനിസ്റ്റാണ്. ഞാനൊരു യുക്തിവാദിയായിട്ടുള്ളത് ഞാനൊരു ഹ്യൂമനിസ്റ്റ് ആയതുകൊണ്ടാണ്. മാനുഷികതയെ, മനുഷ്യൻ്റെ സംരക്ഷണത്തെയും അതിപ്രധാനമായൊരു നിലപാടായിട്ട് ഞാൻ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്തിന് ദൈവത്തെ നിഷേധിക്കണം, എന്തിന് മതത്തെ എതിർക്കണം?
ഒരുപാട് വിശ്വാസികളെ വെറുതെ വേദനിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇത് ന്യായമാണ് പറയുന്നത്, ഞാൻ പറഞ്ഞത് ന്യായമാണെന്ന് നിങ്ങൾ സമ്മതിച്ചാൽ പോലും കുറച്ച് ആൾക്കാർക്കെങ്കിലും അത് അസ്വാസ്ഥ്യം ഉണ്ടാക്കില്ലേ? എനിക്കത് അസലായിട്ട് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ അത് ആവശ്യമില്ലാത്തൊരു വിമർശനമല്ലേ. പക്ഷെ ഒരു ഹ്യൂമനിസ്റ്റ് നിലയ്ക്ക് എനിക്കത് അവഗണിക്കാൻ പറ്റില്ല. എന്താ കാരണം എന്നറിയോ? ഈ കഴിഞ്ഞ ചരിത്രാതീത കാലത്തിന്റെ മതത്തിന്റെ ഗുണവിശേഷങ്ങളെക്കുറിച്ചൊരു യുക്തിരേഖയിലെ എൻ്റെ ചോദ്യത്തിന്റെ ഉത്തരം അക്ബർ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ പറയാണ്, മതം സൃഷ്ടിച്ചത്ര മാനുഷികമായ ദുരിതങ്ങൾ ഒരു പ്രസ്ഥാനവും ചരിത്രത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന് ഇന്ത്യ കണ്ടെത്തലിൽ പറഞ്ഞു, ലോകത്തിൽ മറ്റെന്തിനേക്കാളും പേരിൽ ചൊരിഞ്ഞതിനേക്കാൾ കവിഞ്ഞ രക്തം ചൊരിഞ്ഞിട്ടുള്ളത് മതത്തിന്റെ പേരിലാണ്. ഒരുപാട് ചരിത്രം തന്നെ ചൂണ്ടിക്കാണിക്കാനുണ്ട്. അത് ജവഹർലാലിന്റെ ചരിത്രം എന്തിന് നമ്മൾ പരിഗണിക്കണം? നമ്മൾ വർത്തമാനകാല ലോകത്തിലെ മതത്തിന്റെ മണ്ഡലത്തിലെ പ്രവർത്തനം നിങ്ങൾ പരിശോധിക്കൂ. ഏറ്റവും വലിയ ഭീകരവാദം ഇന്ന് ഇറങ്ങി നിൽക്കുന്നത് മതത്തിന്റെ പേരിലാണ്. മതഭീകരവാദമാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. ആ മതഭീകരവാദത്തെ നേരിടാനോ സാമ്രാജ്യത്വ ഭീകരവാദം തന്ത്രപരമായ നിലപാടുകൾ എടുക്കുന്നു. സാമ്രാജ്യത്വ ഭീകരവാദം മതഭീകരവാദത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാമ്രാജ്യത്വ വികസനത്തിന് വേണ്ടി സാങ്കേതിക ശാസ്ത്രത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചരിത്രഘട്ടത്തിൽ മതഭീകരവാദത്തെ മൗനം പാലിച്ച് കണ്ണുമ്പാൻ പറ്റുമോ? അതിന്റെ അർത്ഥം സാമ്രാജ്യത്തിന് കൂട്ടുനിൽക്കാൻ പറ്റുമോ? ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും സാമ്രാജ്യത്വത്തിന്റെ കൈകടത്തലുകൾ അസംബന്ധമാണെന്നും അത് കുറ്റകരമാണെന്നും ബാധിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ ന്യൂനപക്ഷങ്ങളായതുകൊണ്ടോ ന്യൂനപക്ഷ മതവിഭാഗമായതുകൊണ്ടോ അതിന് കൂട്ടുക സാമ്രാജ്യത്തിന് ഏറ്റവും വലിയ ഭീകരതയാണ്. ഇറാഖിൽ അവർ അതിന്റെ ഭീകര സ്വഭാവം കാണിച്ചിട്ടുണ്ട്. അത് അവിടെ മാത്രമല്ല, ഇന്ത്യയിലെ മതഭീകരവാദം, കേരളത്തിന്റെ മതഭീകരവാദം, കേരളത്തിൽ ന്യൂനപക്ഷത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയുമ്പോൾ ഇഷ്ടക്കേട് തോന്നരുത്. കേരളത്തിൽ 28 മതഭീകരവാദ സംഘടനകളുണ്ടെന്നാണ് മന്ത്രിന്റെ കണക്ക്. അതിൽ 23 ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പാണ്. ഭൂരിപക്ഷം ഇവിടെ ഹിന്ദുക്കളാണ്, പക്ഷേ ഭൂരിപക്ഷം തീവ്രവാദ മുസ്ലിങ്ങളുടെ സംഘടനാ ഗ്രൂപ്പിലാണ്. ഒക്കെ ചെറുതായിരിക്കട്ടോ, എങ്കിലും കണക്ക് പറയുമ്പോൾ കണക്ക് അങ്ങനെയാണ്. അതെങ്ങനെ വരുന്നു എന്നത് മുസ്ലിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. യഥാർത്ഥ മതവിശ്വാസികൾ ചിന്തിക്കേണ്ട പ്രശ്നമാണ്. മതഭീകരവാദം, മത തീവ്രവാദം, മതവർഗീയവാദം, മത മൗലികവാദം എന്നിവ മതത്തിനാവശ്യമാണ്. മതപരമായ മാനുഷികതയെ ഞാൻ നിഷേധിക്കുന്നില്ല. ഒരുപാട് മതവിശ്വാസികൾ എനിക്ക് പരിചയമുണ്ട്. അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളും ഒരുപാട് ആളുകൾ ബന്ധുക്കളൊക്കെയ. വൈകാരികമായ ഒരു എതിർപ്പ് എനിക്ക് മതത്തോടില്ല. പക്ഷേ വസ്തുനിഷ്ഠമായി ആ മതവിശ്വാസി നേരിടുന്ന മതപരമായ തിന്മകളിൽ നിന്ന് എൻ്റെ സുഹൃത്തിനെ രക്ഷപ്പെടുത്തണമെന്ന ഒരു മാനുഷികമായ ആഗ്രഹം എനിക്കുണ്ട്. അതാണ് എൻ്റെ ഹ്യൂമനിസം. മതവിശ്വാസിയെ നശിപ്പിക്കലല്ല, മതവിശ്വാസത്തെ ചോദ്യം ചെയ്ത് മാറ്റലാണ് മതവിശ്വാസിയെ രക്ഷപ്പെടുത്താനുള്ള എൻ്റെ മാർഗം. അതെങ്ങനെ ചെയ്യാമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ എൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ എൻ്റെ ശത്രു മനുഷ്യൻ്റെ പിന്നിലാണെങ്കിൽ നേരിട്ട് വെടിവെക്കാൻ പറ്റുമോ? മുന്നിൽ നിൽക്കുന്ന ആൾക്ക് എങ്ങനെ പരുക്ക് പറ്റാതെ പിന്നിലുള്ള ശത്രുവിനെ തകർക്കണമെന്നത് വളരെ ഗൗരവമേറിയ ഒരു ഹ്യൂമനിസ്റ്റ് തന്ത്രമാണ്. അത് പഠിക്കണം. യുക്തിവാദികൾ നേരിടുന്ന ഒരു പ്രശ്നം അതാണ്. മതത്തെ വിമർശിക്കുമ്പോൾ മാനുഷികമായ മതത്തിന്റെ പ്രശ്നം, മാനുഷികമായ മതവിശ്വാസങ്ങളെ വേദനിപ്പിക്കാതെ എങ്ങനെ അവൻ്റെ മതവിശ്വാസങ്ങളെ ചോദ്യം ചെയ്ത് മാറ്റാൻ കഴിയുമെന്നത് ഞങ്ങൾ നേരിടുന്ന തന്ത്രത്തിന്റെ ഒരു പ്രശ്നമാണ്. അത് പലരും പരിഗണിക്കാറില്ല എന്നുള്ള, യുക്തിവാദികൾ പോലും പലരും പരിഗണിക്കാറുള്ളത് ശരി തന്നെയാണ്. എല്ലാ യുക്തിവാദികളും അത് പരിഗണിക്കാറില്ല. ഹ്യൂമനിസ്റ്റായ യുക്തിവാദിക്ക് അത് പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാൻ സൃഷ്ടിവാദത്തോട് എന്തുകൊണ്ട് മാറി നിന്നു, എന്താണ് അതിന് പകരം ഈ ഭീകരവാദത്തിൻ്റെ പ്രശ്നം കൊണ്ട് ദൈവമുണ്ടെന്ന് തെളിഞ്ഞാൽ പോലും മതഭീകരവാദത്തിന് പിന്തുണ നിൽക്കുന്ന ദൈവത്തിനെതിരായി ഞാൻ വേണ്ടി വന്ന ആ ദൈവത്തിനെ നേരിട്ട് എതിർക്കാനും തയ്യാറാണ് ഭൗതികമായി. എന്താ കാരണം? അത് മഹാവിപത്താണ്. ഈ ദൈവമല്ല, മനുഷ്യർ തന്നെ ഭീകരവാദിയാണെങ്കിലോ എൻ്റെ അടുത്ത വീട്ടുകാരൻ ഭീകരവാദിയാണെങ്കിൽ ഞാൻ അയാളെ മര്യാദയ്ക്ക് നല്ല നിലയ്ക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണ്ടേ? മര്യാദയ്ക്ക് തീർന്നില്ലെങ്കിലോ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യണ്ടേ? അങ്ങനെയല്ലേ നമ്മളെല്ലാം കാര്യങ്ങളും ചെയ്യുന്നത്. നേരിട്ട് അറ്റാക്ക് ചെയ്യണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, അവരെ നന്നാക്കിയെടുക്കണം. ഒരു പ്രധാന പ്രശ്നം അതാണ്. രണ്ടാമത്തത്, പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട് എന്ന ആശയത്തെയാണ് സൃഷ്ടികർമ്മം ന്യായീകരിക്കാൻ വേണ്ടി അക്ബർ വളരെ വേവലാതിപൂർവ്വം ന്യായീകരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ മിക്കവാറും സമയം അതിനാണ് ചെലവഴിച്ചത്. ഈ സൃഷ്ടികർമ്മം നടന്നിട്ടില്ല എന്ന് വന്നാൽ ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും കാര്യം വെള്ളത്തിലാണെന്ന് അക്ബറിന് നല്ലതായിട്ട് അറിയാം. എന്തായാലും അക്ബർ ഭയപ്പെടണ്ട, ഇത് ഞാനൊരു മറുപടി പറഞ്ഞാലൊന്നും ഇല്ലാതാവില്ല. അക്ബർ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചാൽ ഉണ്ടാവുകയുമില്ല. ഇത് നമ്മുടെ തന്നെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അതീതമായി നിൽക്കുന്ന ചരിത്ര വസ്തുതകളും വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതിൽ ഞങ്ങളുടെ തമ്മിലുള്ള ഭിന്നാഭിപ്രായങ്ങൾക്ക് വൈകാരികത തലയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ വല്ല അസ്വാസ്ഥ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വൈകാരികമല്ല, വ്യക്തിപരമല്ല എന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രപഞ്ചത്തിൻ്റെ ഈ ജീവലോകത്തെ, പ്രപഞ്ചത്തിൻ്റെ ഈ ക്രമം, ജീവജാലങ്ങൾ സൃഷ്ടിച്ച ഭൂമിയുടെ ഈ ക്രമം, അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഇതൊക്കെ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ 20 മിനിറ്റ്
ആദ്യം 40 മിനിറ്റ്, ആകെ ഒരു മണിക്കൂറാണ്. 3 മണിക്കൂർ കിട്ടിയാൽ തികയാത്തൊരു കാര്യം 20 മിനിറ്റ് കൊണ്ടൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു സാഹസികതയാണ്. പക്ഷേ അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള സമയം നഷ്ടപ്പെട്ടു പോകും. ചോദ്യോത്തരത്തിന് 1 മണിക്കൂർ നീക്കി വെച്ചത് നല്ലൊരു കാര്യമാണ്. ഞാനതുകൊണ്ട് എന്നെ കുറ്റം പറയല്ല, പക്ഷെ ആ സമയം എനിക്ക് തൃപ്തിയാകുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ആയിരിക്കും ഈ അമ്മ അക്ബറും ഒരു ശ്വാസം മുട്ടിയിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നിർത്തിയിട്ടുണ്ടാവുക. അത് എനിക്കും അസലായിട്ട് അറിയാം. അപ്പോൾ പ്രകൃതിയിലെ ഈ ക്രമത്തെക്കുറിച്ചാണ്. അതിൽ മനുഷ്യൻ്റെ ഉൽപ്പത്തി, ഭൂമിയുടെ ക്രമം, അവിടെ ജീവൻ്റെ ഉൽപ്പത്തി തുടങ്ങിയ കാര്യങ്ങൾ. ഞാൻ വല്ലാതെ നീണ്ട കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പ്രപഞ്ചത്തിൻ്റെ പ്രായം 1400 അല്ലെങ്കിൽ 1500 കോടി കൊല്ലമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അക്ബർ ഉന്നയിച്ച ഒരു ശാസ്ത്രപണ്ഡിതൻ്റെ നിലപാട് നോക്കുമ്പോൾ അത് 1000 കോടിയാണ്. അതിൽ തർക്കമില്ല. ഇനി 1000 ആയാലും 1500 ആയാലും ഓരോ പുതിയ കണ്ടുപിടുത്തം വരുമ്പോൾ അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ തൽക്കാലം 1000 കോടി വർഷമുണ്ട് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്കെന്ന് കരുതുക. ഈ 1000 കോടി വർഷം കഴിഞ്ഞിട്ട് സൂര്യൻ രംഗത്ത് വരുന്നത് എപ്പോഴാണെന്ന് അറിയോ? വെറും 460 കോടി കൊല്ലങ്ങൾക്കപ്പുറം. പ്രപഞ്ച സൃഷ്ടി മനുഷ്യന് വേണ്ടി, ഭൂമിക്ക് വേണ്ടി, ഈ ഇവിടുത്തെ മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി സൃഷ്ടി നടത്തിയ അള്ളാഹു ഈ 1000 കോടിയിൽ നിന്ന് 460 കോടി ഇങ്ങോട്ട് കഴിഞ്ഞാൽ 540 കോടി കൊല്ലം വെറുതെ ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അദ്ദേഹാണിച്ച അസാധാരണ സർവശക്തനാണെന്നാണ് ഖുർആനിൽ പറയുന്നത്. അവരെന്തെങ്കിലും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകട്ടെ എന്ന് പറയുന്നു, അപ്പോൾ അത് ഉണ്ടാകുന്നു. എന്തൊരു അത്ഭുതകരമായ നിർമ്മാണ പ്രക്രിയ! അങ്ങനെയുള്ള ഒരാള് പ്രപഞ്ചം ഉണ്ടാക്കിയിട്ട് 640 കൊല്ലം കാത്തിരിക്കുക സൂര്യനെ ഉണ്ടാക്കാൻ. സൂര്യന് 500 കോടി കൊല്ലാണ് പഴക്കം, ഭൂമിക്കാണ് 460 കോടി കൊല്ലം. പിന്നെയും ഒരു 40 കോടി കഴിഞ്ഞു ഭൂമി നിർമ്മിക്കാൻ. സമ്മതിച്ചു, ആയിക്കോട്ടെ, അങ്ങനെ അദ്ദേഹത്തിന് കഴിയുള്ളെങ്കിൽ നമ്മളിപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നാലോ ജീവൻ എപ്പോഴാണ് വന്നത്? പിന്നെ 320 കോടി കൊല്ലങ്ങൾക്ക് മുമ്പേ ജീവൻ ഉണ്ടാകുന്നുള്ളൂ. 460 320 കഴിഞ്ഞാൽ 120 കോടി കൊല്ലം പിന്നെയും ബാക്കിയാ. 120 140 കോടി കൊല്ലം കാത്തിട്ടേ ജീവൻ ഉണ്ടാകുന്നുള്ളൂ. ഈ 120 കോടി 140 കോടി എന്നൊക്കെ പറഞ്ഞ നിസ്സാര കാല ദൈവത്തിന് പോലും വെറുത്തു പോലും. എങ്ങനെ വെറുതെ ഇരുന്നാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചോദിച്ചു പോവുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ 320 കോടി കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായ ജീവജാലങ്ങളിൽ നിന്നാണ് മനുഷ്യൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഈ 1 ലക്ഷം കൊല്ലങ്ങളുടെ പഴക്കമേ മനുഷ്യോൽപ്പത്തിക്കുള്ളൂ. ഏറ്റവും ലേറ്റസ്റ്റ് ബാൻ വന്നിട്ട് 20,000 കൊല്ലങ്ങളെ ആയിട്ടുള്ളൂ എന്നൊക്കെ കണക്കുകളുണ്ട്. ആ കൊല്ലങ്ങളൊന്നും അത്ര സൂക്ഷ്മമായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. കാരണം കിട്ടിയ തെളിവുകളെ അവലംബിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അത് നാളെ മാറും. ഇന്ന് ഞാനൊരു അഭിപ്രായം പറഞ്ഞ് നാളെ മാറുന്നത് ശാസ്ത്രത്തിൻ്റെ സ്വഭാവമാണ് ആദ്യമേ പറഞ്ഞതുകൊണ്ട് എൻ്റെ കുറ്റമല്ല. ഈ കൊല്ലം ഏതായാലും മനുഷ്യ സൃഷ്ടിക്ക് ഒരുപാട് കൊല്ലങ്ങൾ കണ്ടുവരുന്നു. 1 കോടി 1 ലക്ഷം 1.5 ലക്ഷം വർഷങ്ങളുടെ ഉള്ളിലാണ് മനുഷ്യൻ രംഗത്ത് വരുന്നത്. ഇതൊരു ക്രമീകൃതമായ പ്രപഞ്ചം നിർമ്മിക്കാൻ വിശേഷ ബുദ്ധിയുള്ള സർവജ്ഞാനിത്വമുള്ള ഒരു ദൈവത്തിന്റെ സ്വഭാവമാണോ? ഈ ദൈവം ഇത്തരമൊരു പ്രപഞ്ചത്തിന്റെ ഈ രീതിയിലുള്ള നിർമ്മാണം നടത്തിയവന് വിശേഷ ബുദ്ധിയും കഴിവുണ്ടെന്ന് പറയാൻ സാധിക്കുമോ? എനിക്ക് സമ്മതിക്കാൻ വിഷമാണെന്നേ പറയണുള്ളൂ. ചെയ്യൂലെന്ന് ഞാൻ പറയണില്ല, ഒരു നിഷേധമായി പോവില്ലേ. എനിക്കത് അംഗീകരിക്കാൻ വിഷമുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ ഈശ്വരന്റെ നേരിട്ടുള്ള ഇടപെടലിൽ ഇല്ല എന്നെനിക്ക് ബോധ്യമായത്. അതുകൊണ്ട് ഞാനത് അംഗീകരിക്കുന്നില്ല. പിന്നെ ഈ കണ്ണിന്റെ അത്ഭുതം മുതൽക്ക് DNA അത്ഭുതം മുതൽക്ക് ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അതൊക്കെ അറിവില്ലായ്മ. അത്ഭുതം എന്നുള്ള വികാരത്തിന്റെ അർത്ഥം തന്നെ അറിവില്ലായ്മയാണ്. ഈ ടേബിൾ ഇവിടെ ഒരു സാധാരണ മേശയാണ്. അവിടെ 2 ഭാഗം ദ്വാരമുള്ള ഒരു കുഴലെടുത്ത് വെച്ചിട്ട് ആ കുഴലിൽ മജീഷ്യൻ ഒരു വടി വെട്ടി വീശി ആ വീശിയിട്ട് അവിടെ ഒരു മുയലിനെ സൃഷ്ടിക്കുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. മാജിക് ആണത്. ആദ്യത്തെ ഈ മാജിക് കണ്ടപ്പോൾ ഞാനടക്കാൻ ഈ ചെറിയ സ്കൂളിലുള്ള കാലത്ത് അത്ഭുതപ്പെട്ടുപോയി. പക്ഷേ ഇപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാതെ എനിക്ക് അറിയണമുണ്ട്. ഇതിലൊരു അത്ഭുതം എനിക്കില്ല, നിങ്ങൾക്കും ഉണ്ടാവില്ല. ഇതിൻ്റെ കാരണം അറിയാം. എന്താ വെച്ചാൽ ഇതിൻ്റെ അടിയിൽ മുയലിനെ വെച്ചിരിക്കുക, അവിടെ ഓട്ടയുള്ള മേശയാണ്, അതിൻ്റെ മേലെ കറുത്ത തുണിയിട്ടുണ്ടാവും, കാപട്ടിയാണ്. അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ സാധിക്കുന്നത്. ഈ അത്ഭുതം മജീഷ്യന്മാരാരും തന്നെ പിന്നെ എന്താ പറയുക, കോഴീനെ വെക്കൂല ഇതിൻ്റെ ഉള്ളിൽ. കാരണം കോഴി നേരത്തെ കൂവിയാലോ കള്ളി പൊളിഞ്ഞു പോകും. മനസ്സിലായില്ലേ? ഇതൊക്കെ മേജിക്കലെ തന്ത്രങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു മേജിക് എങ്ങനെ നടക്കുന്നു എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതം കൂറും. മജീഷ്യനെ മാന്ത്രികനായി നിങ്ങൾ എടുക്കും. അങ്ങനെയല്ലേ സായിബാബ ആയിരക്കണക്കിനായ വിശ്വാസികളെ വഞ്ചിച്ചിപ്പം മുതലാളിയായത്. 25,000 30,000 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു ദൈവമായി സായിബാബ മാറിയിട്ടുള്ളത് മാജിക്കിന്റെ കാപട്യം കൊണ്ട് മാത്രമാണ്. സർവ്വസാധാരണക്കാരന് എന്താണെന്നറിയില്ല. ഞാൻ ചോദിക്കട്ടെ, മകരജ്യോതി ദിവ്യജ്യോതിയാണെന്ന് ഇവിടെ നാട് മുഴുവൻ പറഞ്ഞു നടത്തിയില്ലേ? ഞങ്ങൾ അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ എന്താ, ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥൻ മൺചട്ടിയിൽ കർപ്പൂരം കത്തിച്ച ആളെ വഞ്ചിക്കുകയല്ലേ? അത് ദൈവത്തിന്റെ പണിയാണെന്നല്ലേ നാട് മുഴുവൻ പറഞ്ഞു നടന്നത്? അത് അത്ഭുതം കൊണ്ട് ആ ദൈവത്തെ കാണാൻ ശബരിമലയിലേക്ക് ആള് പോയി. ഇപ്പൊ ശബരിമലയിൽ അവിടെ അവസാനം ആ വെള്ളം ഒന്നിനും കൊള്ളതായില്ലേ? പമ്പാ നദി മുഴുവൻ മലിനീകരണമായില്ലേ? അവിടെ തൂരി നാറ്റിക്കല്ലേ മലയുടെ പരിസരം മുഴുവൻ ചെയ്തിട്ടുള്ളത്? ഇതെന്താ കാണിക്കുന്നത്? ഇത് കാണിക്കുന്നത് അത്ഭുതങ്ങളുടെ പേരിൽ സാധാരണക്കാരെ വഞ്ചിക്കാൻ സാധിക്കും. അതുകൊണ്ട് അക്ബറിനോട് എനിക്ക് പറയാനുള്ളത്, പ്രപഞ്ചത്തിന്റെ വർത്തമാനകാലത്തിന്റെ ഉത്തരാവസാനത്തിൽ നിന്ന്
ഈ അവസാന ഘട്ടത്തിൽ നിന്ന് പ്രപഞ്ചത്തിലേക്ക് ഒറ്റനോട്ടം നോക്കി ഓരോന്നിലും അത്ഭുതം കൂറുന്നതിന് പകരം ഓരോ അത്ഭുതങ്ങളും എങ്ങനെ പരിണാമപരമായി നൂറ്റാണ്ടുകളിലൂടെ രൂപാന്തരപ്പെട്ടു എന്ന് നമ്മൾ പഠിക്കണം. ആ പഠനത്തിന് ഉത്തരം പറയാൻ ഇതുപോലൊരു വേദി എനിക്ക് പര്യാപ്തമല്ല. എനിക്കറിയുന്ന ചില കാര്യങ്ങളുണ്ട്, അതുപോലും പറഞ്ഞാൽ എനിക്ക് ബാക്കി കാര്യം പറയാൻ കഴിയില്ല. എത്ര മിനിറ്റ്? 7 മിനിറ്റ് ഉള്ളൂ. 7 മിനിറ്റാ സമയം, വളരെ പായ. സുഹൃത്തുക്കളെ, പറഞ്ഞു നിർത്തിയ ഓരോ പ്രശ്നത്തിന് പിന്നീട് വന്ന പല പോയിന്റുകളും ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അതിലൊന്ന് സൃഷ്ടി കർമ്മത്തെക്കുറിച്ചുള്ളതായിരുന്നു. സൃഷ്ടികർമ്മത്തെക്കുറിച്ച് പ്രപഞ്ച സൃഷ്ടിയും അതുപോലെ ഭൂമിയുടെ സൃഷ്ടിയും ജീവസൃഷ്ടിയും 3 ഘടകങ്ങൾ ഇതിലുണ്ട്. പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് ഖുറാനിൽ പറയുന്നത് പ്രപഞ്ചം 6 ദിവസത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. അതേസമയത്ത് ഖുറാനിൽ തന്നെ മറ്റൊരു ഭാഗത്ത് അത് 8 ദിവസം കൊണ്ടാണെന്ന് പറയുന്ന വൈരുദ്ധ്യം ഖുറാനിൽ കാണാം. ഒരു ദിവസത്തിൻ്റെ ദൈവത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ അളവ് മനുഷ്യൻ്റെ 1000 വർഷമാണെന്ന് പറയുന്ന ഒരു പരാമർശമുണ്ട് ഖുറാനിൽ. ഒരു ദിവസം 50,000 വർഷമാണെന്ന് പറയുന്ന മറ്റൊരു പരാമർശവും ഖുറാനിൽ തന്നെ കാണാം. ഇതെല്ലാം കാണിക്കുന്നത് ഖുറാനിലെ പരാമർശങ്ങൾ ദൈവത്തിൻ്റെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അത് സൃഷ്ടിച്ച മനുഷ്യൻ്റെ, അതിലിടപെട്ട മനുഷ്യൻ്റെ കഴിവായിരിക്കണം. അല്ലെങ്കിൽ ഇത്തരം അപാകതകളിൽ ഖുറാനിൽ വരാനിടയില്ല. പരന്ന ഭൂമി എന്ന സങ്കല്പം മാത്രമേ ഖുറാൻ അവതരിപ്പിക്കുന്നുള്ളൂ. ഉരുണ്ട എന്ന പദപ്രയോഗം എവിടെയുമില്ല. രാപ്പകൽ കൊണ്ട് ഭൂമി ഉരുണ്ടതാണെന്ന് നിങ്ങൾ അനുമാനിക്കണം എന്നാണ് വ്യാഖ്യാതാക്കന്മാരുടെ നിർദ്ദേശം. ഭൂമി പരന്നതാണെന്ന് ബൈബിളിൻ്റെ ആളുകൾ ദീർഘകാലം 16-ാം നൂറ്റാണ്ട് വരെ വിശ്വസിച്ചപ്പോഴും രാപ്പകലുകളെ അവർക്ക് പരിചയമുണ്ടായിരുന്നു. ബൈബിളിൽ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ രാപ്പകൽ വെച്ചിട്ടാണ് കാര്യം തുടങ്ങിയത്. എന്നിട്ടും അവർക്ക് ഭൂമി ഉരുണ്ടതാണെന്ന് 16-17 നൂറ്റാണ്ട് വരെ മനസ്സിലാവാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഈ ഇസ്ലാമിക പണ്ഡിതന്മാർ ഉത്തരം പറയേണ്ടതുണ്ട്. സൃഷ്ടിയുടെ കാര്യത്തിൽ അള്ളാഹു കാണിച്ച ഒരു വലിയ തെറ്റ്, ഒരു കുറ്റം എന്നെനിക്ക് തോന്നുന്നത് പിശാചിൻ്റെ സൃഷ്ടിയാണ്. പിശാചിന് എന്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്ന് എനിക്കൊട്ടും മനസ്സിലായിട്ടില്ല. അള്ളാഹുവിൻ്റെ മുഖത്ത് നോക്കി ഞാൻ മനുഷ്യനെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി ഇതാ പോകുന്നുവെന്ന് ധിക്കാരപൂർവ്വം പറഞ്ഞ ആ പിശാചിനെ അവിടെ വെച്ച് തന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ വിടേണ്ടതാണ്. അത് ചെയ്യാതെ ഭൂമിയിലേക്ക് മനുഷ്യനെ വഴിതെറ്റിക്കാൻ പിശാചിനെ സൃഷ്ടിക്കുക മാത്രമല്ല, സ്വതന്ത്രമായി അലഞ്ഞു നടക്കാനും ഉപദ്രവം ഉണ്ടാക്കാനും പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ സമ്മതം കൊടുത്തത് എന്തിനാണെന്നും എനിക്ക് മനസ്സിലായില്ല. അതൊരു നല്ല ദൈവത്തിൻ്റെ ലക്ഷണമല്ല. ദൈവം നന്മ മാത്രമാണെങ്കിൽ നന്മ മാത്രമേ ദൈവത്തിന് ചെയ്യാൻ സാധിക്കൂ. ഒരിക്കലും തിന്മ ചെയ്യാൻ സാധിക്കില്ല. പിശാചി തിന്മയുടെ മൂർത്തീകരണമാണ്. അതിനാൽ അതിനെ സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ ദൈവത്തിനും ഈ തിന്മയുടെ ഒരു പങ്കുണ്ട്. അയാൾ നന്മ മാത്രമല്ല എന്നായിരിക്കും താർക്കികവാദം. പിന്നെ ജീവൻ സൃഷ്ടിച്ചതിനെ കുറിച്ചൊക്കെ പറയണ്ടായി. പരിണാമവാദത്തെക്കുറിച്ച് അദ്ദേഹം അതിൻ്റെ ജൈവശാസ്ത്രപരമായ സാധ്യതകളെയൊക്കെ അവലംബാക്കി ഗണിതശാസ്ത്രപരമായിട്ടാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. പക്ഷേ പരിണാമവാദത്തിൻ്റെ ജൈവരസതന്ത്രപരമായ ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും വന്നിട്ടുണ്ട്. അതിലൊന്ന് സ്റ്റാൻലി വില്ലർ എക്സ്പെരിമെൻ്റാണ്. സ്റ്റാൻലി വില്ലർ എക്സ്പെരിമെൻറ്റിൽ അമോണിയ, മീഥെയിൻ, വാട്ടർ ആൻഡ് ഹൈഡ്രജൻ ഈ 4 സാധനങ്ങൾ ഒരു ഫ്ലാസ്കിൽ നിക്ഷേപിച്ച് ഇലക്ട്രിക് കറണ്ട് കൊടുത്തപ്പോൾ അമൈനോ ആസിഡ് ഉണ്ടായി എന്നതിന് ശാസ്ത്രീയമായ തെളിവുകൾ കിട്ടിയെന്നാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത്. അത് സത്യമാണോ അല്ല അതിൽ വല്ല പെശകുണ്ടോ എന്നുള്ളത് ഒരു വലിയ ഗവേഷണം അടുത്ത കാലത്തൊന്നും ഞാൻ നടത്തിയിട്ടില്ല. കാരണം അത് ഒരു അംഗീകൃത സത്യം എന്നാണ് നിലയ്ക്കാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഇനി അതിനെക്കുറിച്ച് വേറെ വല്ല വിശദാംശം വന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണ്. രണ്ടാമത് WS ഫോക്സ് എന്ന് പറയുന്ന പണ്ഡിതൻ 100 ഡിഗ്രി മുതൽ 120 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ രാസവസ്തുക്കൾ ചൂടാക്കി ആദ്യം അമൈനോ ആസിഡുകളും പിന്നെ പ്രോട്ടീനോയിഡുകളും അതിൽ ആരംഭിച്ചു അല്ലെങ്കിൽ കണ്ടുപിടിക്കപ്പെട്ടു എന്ന് ഒരു ഗവേഷണം വേറെയുമുണ്ട്. ഈ ഗവേഷണങ്ങൾ പരിണാമവാദത്തിൻ്റെ ജൈവശാസ്ത്രപരമായ അംശങ്ങൾക്ക് തെളിവായിട്ടാണ് ശാസ്ത്രമണ്ഡലത്തിൽ എപ്പോഴും ഉദ്ധരിക്കപ്പെടുന്നത്. അത് ഞാനും സൂചിപ്പിക്കുന്നത് മാത്രം. ഇതിനെതിരായ വല്ല തെളിവുകളും അതൊക്കെ സത്യമല്ല എന്ന് പറയുകയാണെങ്കിൽ അത് ന്യായീകരിക്കേണ്ട ഒരു ആവശ്യവും എനിക്കില്ല. പക്ഷേ ആ സത്യസന്ധമായ വസ്തുനിഷ്ഠമായ തെളിവുകൾ വരുന്നതുവരെ ഇത് സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ ജൈവപരിണാമം ഒറ്റയടിക്കുണ്ടായതല്ല. അണുവിൽ നിന്ന് തന്മാത്രയിലേക്കും തന്മാത്രയിൽ നിന്ന് പോളിമറിലേക്കും പോളിമറിൽ നിന്ന് ജീവിയിലേക്കും നൂറ്റാണ്ടുകളുടെ ദൈർഘ്യമെടുത്തുകൊണ്ടാണ് പരിണാമം നടന്നിട്ടുള്ളത്. വൈറസ് എന്ന് പറയുന്ന ഒരു ജീവി ഇപ്പോഴേ നമ്മുടെ ഭൂമിയിലുണ്ട്. ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്ന വൈറസിനെ നിങ്ങൾക്ക് പരിചയമുണ്ട്. വൈറസ് എന്ന് പറയുന്നത് ഡെഡ് മാറ്ററിനും ജീവപദാർത്ഥത്തിനും ഇടയിലുള്ളൊരു പദാർത്ഥമാണ്. വൈറസ് നമ്മുടെ ശരീരത്തിൽ തന്നാൽ ജീവഗുണം കാണിക്കും. ശരീരത്തിൻ്റെ പുറത്തു പോയാൽ അത് ഡെഡ് മാറ്ററാണ്.
അപ്പോൾ മാറ്റർ അജൈവ പദാർത്ഥത്തിൻ്റെയും ജൈവ പദാർത്ഥത്തിൻ്റെയും ഇടയ്ക്കുള്ളൊരു കണ്ണിയായിട്ടാണ് വൈറസിനെ ഇന്ന് നമ്മൾ കാണുന്നത്. വൈറസ് കഴിഞ്ഞാലും ബാക്ടീരിയ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ ശരീരഘടന അനുക്രമ വികസനത്തിൻ്റെ പരിണാമപരമായ തെളിവുകളാണ്. അതൊക്കെ ഒറ്റയടിക്ക് അങ്ങ് നിഷേധിക്കാൻ പ്രായോഗികമായ ഒരു ശാസ്ത്രകാരന് കഴിയില്ല എന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പക്ഷേ അതിലൊക്കെ അപാകതകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ്. പിന്നെ ഭൂമി രംഗത്ത് വന്ന കാലത്ത് ചുട്ടുപഴുത്തൊരു വാതക ഗോളമാണ്. ആ വാതകഗോളം തണുത്തിട്ടാണ് ജീവജാലങ്ങളും മനുഷ്യരൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇത് കാണിക്കുന്നത് ഭൂമി ഒരു പ്ലാന്റെ ഫലമായിട്ട് ദൈവം ഉണ്ടാക്കിയതല്ല എന്നാണ്. ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിൽ ഭൂമി ഉണ്ടാക്കിയ ഉടനെ തന്നെ ഇത് ചെയ്യുമായിരുന്നു. പർവ്വതങ്ങൾ, ഭൂമി മനുഷ്യനെയും കൊണ്ട് ചാഞ്ഞു പോകാതിരിക്കാൻ പർവ്വതങ്ങളെ അതിൽ സ്ഥാപിച്ചു വന്നൊരു പരാമർശം ഖുറാനിൽ കാണാം. അതൊന്നും വസ്തുനിഷ്ഠമായ ശാസ്ത്രീയ സത്യമല്ല. ഭൂമി ഉണ്ടാകുന്നത് 460 കോടി കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഹിമാലയൻ രംഗത്ത് വരുന്നത് 3 കോടി കൊല്ലങ്ങളെ ആയിട്ടുള്ളൂ. പ്ലേറ്റ് ടെക്ടോണിക് ശാസ്ത്രം പറയുന്നത് ഹിമാലയത്തിന് 3 കോടി കൊല്ലം പഴക്കേ ഉള്ളൂ. അപ്പോൾ മനുഷ്യനുണ്ടാകുന്നതോ? ആ മനുഷ്യന്റെ ഭാരം കൊണ്ട് ഭൂമി ചായുന്നതിനെ തടയാനാണോ ഹിമാലയം ഉണ്ടാക്കി വെക്കുന്നത്? ഒരിക്കലും തന്നെ ഹിമാലയം ഒരു ഇടപെടലിൻ്റെ ഒരു പ്ലാന്റെ ഭാഗമല്ല, പ്ലേറ്റ് ടെക്ടോണിക്സിന്റെ ഭാഗമായിട്ട് രൂപാന്തരപ്പെട്ടു വന്നതാണെന്ന് ഹിമാലയ പർവ്വത ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ജിയോഗ്രഫിക്കൽ ശാസ്ത്രം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് പർവ്വത നിർമ്മാണം അള്ളാഹു പ്രത്യേകമായി നടത്തി എന്ന് പറയുന്നത് ജൈവശാസ്ത്രപരമോ ഭൗതികശാസ്ത്രപരമായ സത്യസന്ധമായ പരാമർശമല്ല. പിന്നെ ഒരു പരാമർശമുള്ളത് MP പരമേശ്വരൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നടത്തിയിട്ടുള്ള ജീവ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശമാണ്. അത് എനിക്ക് അദ്ദേഹത്തിന് വേണ്ടി ഉത്തരം പറയാനുള്ള ബാധ്യതയില്ല. അതേ സമയത്ത് അത് ശരിയോ തെറ്റോ എന്ന് അദ്ദേഹമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം അടുത്ത് കിട്ടാവുന്ന മറ്റൊരു സന്ദർഭത്തിൽ ഞാൻ ഉത്തരം പറയും. അദ്ദേഹത്തിൻ്റെ നിലപാടറിയാതെ അദ്ദേഹത്തിന് വേണ്ടി മറുപടി പറയുന്നത് മര്യാദയല്ല എന്നതുകൊണ്ടാണ് ഞാൻ ആ പരാമർശത്തിലേക്ക് കടക്കാത്തത്. പക്ഷെ അദ്ദേഹത്തിന് തന്നെ 7ാം എഡിഷനിൽ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യത്തോട്, അക്ബർ പറയുന്ന യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പരാമർശം ഒരു പക്ഷേ തെറ്റാണെന്ന് അദ്ദേഹത്തിന് തന്നെ അംഗീകരിച്ചത് കൊണ്ടായിരിക്കണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. 2ാം പരാമർശം ഏറെക്കുറെ ജൈവശാസ്ത്ര വസ്തുതകളുമായി പൊരുത്തപ്പെട്ട് നിൽക്കുന്നു. പിന്നെ ജീവപരിണാമത്തെക്കുറിച്ചാണ്, അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി തേനീച്ച പോലുള്ള ജീവജാലങ്ങൾ കാണിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചാണ്. തേനീച്ച നല്ല ഹെക്സാഗോണൽ വീടുകൾ ഉണ്ടാക്കുന്നു. തേനീച്ചൻ്റെ ഗണിതശാസ്ത്ര ബോധം കൊണ്ടും ഈശ്വരൻ്റെ ഗണിതശാസ്ത്ര ബോധം കൊണ്ടുമല്ല, നേരെ മറിച്ച് തേനീച്ചയുടെ ശരീരഘടന അങ്ങനെയാണ്. എത്രയോ നൂറ്റാണ്ടുകളായി തേനീച്ച, 200 കോടി കൊല്ലങ്ങളായി തേനീച്ച കൂടുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അന്നുണ്ടാക്കിയ കൂടുന്ന് തേനീച്ചയ്ക്ക് 1 ഇഞ്ച് മാറിയിട്ട് ഒരു പുതിയ കൂട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താ കാരണം? തേനീച്ചൻ്റെ അവയവങ്ങളിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അവ തേനീച്ച ഉപയോഗിച്ച ഉപകരണങ്ങളാണ് അതിൻ്റെ ആകൃതി നിർണ്ണയിച്ചത്, അല്ലാതെ തേനീച്ചയുടെ ബുദ്ധിയും ഈശ്വരൻ്റെ ബുദ്ധിയുമല്ല. ഈശ്വരൻ്റെ ബുദ്ധിയാണെങ്കിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഇങ്ങനെ അംഗീകൃതമായ വീടുകൾ ഈശ്വരൻ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. ചില പക്ഷികളൊക്കെ കഷ്ടപ്പെടുക, മണ്ണിൽ ജീവിക്കുന്ന ചില ജീവികളൊക്കെ കഷ്ടപ്പെട്ടിട്ട് മണ്ണ് കുഴി ഉണ്ടാക്കി വെള്ളം കെട്ടി നിൽക്കുന്ന ഗുഹയിലൊക്കെയാണ് ചില ജീവികൾ കഴിഞ്ഞുകൂടുന്നത്. ഈശ്വരന് പ്ലാനില്ല എന്നുള്ളത് ഈ ജീവജാലങ്ങളോട് കാണിച്ച വിവേചനം കൊണ്ട് തന്നെ വളരെ വ്യക്തമാണ്. പിന്നെ മറ്റു ജീവജാലങ്ങളുടെ യാത്രയാണ്, കടൽ മത്സ്യങ്ങളുടെ യാത്ര. അതൊക്കെ അന്തരീക്ഷ ഊഷ്മാവും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ വായു ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നാണ് പറയുന്നത്. കടലിൻ്റെ ഉള്ളിൽ നീർപ്രവാഹങ്ങളുണ്ട്, ഉഷ്ണജലപ്രവാഹം, അതുപോലെ തണുത്ത ജലപ്രവാഹം. ഈ ജലപ്രവാഹങ്ങളെ അവലംബമാക്കിക്കൊണ്ടാണ് മത്സ്യങ്ങൾ അവയുടെ ഈ യാത്രകൾ നടത്തുന്നതെന്നാണ് ജൈവശാസ്ത്രപരമായ തെളിവുകൾ സൂചിപ്പിക്കുന്നത്. അല്ലാതെ ഈശ്വരൻ ഇങ്ങനെ ഓരോ മീനിൻ്റെ പിന്നാലെ പോയി വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു ഗതികേടിൽ ഈശ്വരൻ എത്തുന്നത് ഈശ്വരൻ വളരെ വിഷമായി തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം വാദങ്ങളൊക്കെ പറയുന്നത് ഈ പ്രശ്നങ്ങൾക്ക് എളുപ്പം ഉത്തരം പറയാനാണ്. ഏത് അത്ഭുത പ്രതിഭാസത്തിനും ഈശ്വരനാണ് കാരണക്കാരെന്ന് പറഞ്ഞാൽ പിന്നെ വലിയൊരു വിശകലനമൊന്നും വേണ്ട. അങ്ങനെ എളുപ്പത്തിലുള്ളൊരു ഉത്തരമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ മതപരമായ ധാരണകളെ മതപരമായ മേഖലയിൽ അവതരിപ്പിച്ച ദർശനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് വേണം ഈശ്വരൻ്റെ പങ്ക് എന്താണെന്ന് വ്യക്തമായി നിർണ്ണയിക്കാൻ. ഈ പ്രബന്ധത്തിൻ്റെ അവതരിപ്പിക്കാനും ഉത്തരം പറയാനുള്ള സമയത്തിൻ്റെ കുറവ് കൊണ്ട് ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ കാര്യമായിട്ട് കടന്നിട്ടില്ല. ഉദാഹരണത്തിന് ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു 6 ദിവസം, ഒരു ഭാഗത്ത് 6 ദിവസം, മറുഭാഗത്ത് 8 ദിവസം. ഖുറാനിലെ 41:9 സൂറയിൽ 2 ദിനം കൊണ്ട് ഭൂമി സൃഷ്ടിച്ചു. 41:10 പറയുന്നത് 4 ദിവസം കൊണ്ടാണ് അതിൻ്റെ മേലെ പർവ്വതങ്ങൾ സ്ഥാപിക്കുകയും ആഹാര വസ്തുക്കൾ വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. 41:11 പറയുന്നത് ആകാശം ധൂമമായിരുന്നു, ആകാശത്തോടും ഭൂമിയോടും വരിക എന്ന് പറഞ്ഞു, അവരങ്ങനെ വന്നു. അങ്ങനെ അതിന് 2 ദിവസം. ഇങ്ങനെ 8 ദിവസം എടുത്തു എന്നാണ് പറയുന്നത്. എന്നാൽ 11:7 6 ദിവസങ്ങൾ കൊണ്ടാണ് ഖുറാൻ ഈ ആകാശ സൃഷ്ടികളും പ്രപഞ്ച സൃഷ്ടി നടത്തിയതെന്നും പറയുന്നുണ്ട്. ഇത് ഖുറാനിലെ തന്നെ പരാമർശങ്ങൾ. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, ഖുറാൻ വിമർശകന്മാരായ പണ്ഡിതന്മാരും ഇത് ആവർത്തിക്കുന്നുണ്ട്. ഈ പറഞ്ഞ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഖുറാനിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് അലി ദാസ്തി എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഖുറാനിക് വിമർശനം പരിശോധിച്ചാൽ ഖുറാനിലെ വൈരുദ്ധ്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
ഇസ്ലാമിക പണ്ഡിതന്മാരാണ്, പക്ഷേ ഇസ്ലാമിക വിമർശകന്മാരായിട്ട് പിൽക്കാലത്ത് മാറിയവരാണ്. അവർ ആ കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം ഗൗരവങ്ങളുള്ള പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ഇതുപോലുള്ള വൈരുദ്ധ്യങ്ങൾ ഖുർആന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ ഇഷ്ടം പോലെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പരന്ന ഭൂമിയെക്കുറിച്ചുള്ള പരാമർശം ഞാൻ പറഞ്ഞു. ഉരുണ്ട് എന്ന പരാമർശം കഴിഞ്ഞല്ലേ? ഉരുണ്ട് എന്ന പരാമർശമില്ല. പിന്നെ പിശാച് വിശ്വാസത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചു. അതുപോലെ പിന്നെ ആത്മാവിൻ്റെ സങ്കല്പമുണ്ട്, പുനർജന്മ സങ്കല്പങ്ങളുണ്ട്. അതൊന്നും ശാസ്ത്രത്തിൻ്റെ പിന്തുണയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ അങ്ങനെ പറയാനുണ്ട്. അതൊന്നും പറയാൻ സമയമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ ഇത്രയും പറഞ്ഞ് നിങ്ങളുടെ വാക്കുകൾ ചുരുക്കുന്നു. വീണ്ടും ഇതിന് സംഘാടകന്മാർക്ക് ഒരു നന്ദി പറയുന്നു. അടുത്തതായി അക്ബറിൻ്റെ ഖണ്ഡനം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, ഞാനെൻ്റെ വിഷയാവതരണത്തിൽ പറഞ്ഞ ഒരു കാര്യത്തിന് പോലും വസ്തുനിഷ്ഠമായ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല ബഹുമാന്യനായ കലാനാഥ മാസ്റ്റർ. അതേസമയം അതെല്ലാം ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്, ശാസ്ത്രം പറയേണ്ടി വരും എന്ന് പറഞ്ഞ് പോയിട്ട് പിശാചിനെന്തിനാണ് പഠിച്ചത്, ഖുർആനിലെ വൈരുദ്ധ്യമുണ്ട്, അങ്ങനത്തെ വിഷയങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ വിഷയങ്ങൾക്കായി കൃത്യമായി മറുപടി പറയുക, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയുക സമയപരിധിക്കുള്ളിൽ വളരെ പ്രയാസകരമാണ്. കാര്യമായ കാര്യങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് മറുപടി പറയാം. അദ്ദേഹത്തിൻ്റെ വിഷയാവതരണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, ഒന്നാമത്തത് പടച്ച തമ്പുരാൻ്റെ സർവജ്ഞതയെക്കുറിച്ചാണ്. അദ്ദേഹം പറഞ്ഞ ജ്ഞാന സിദ്ധാന്തം മുഴുവനും ന്യൂട്ടോണിയൻ ഫിസിക്സിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അറിവ് എന്നാൽ 100% നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഈ ഭൂമിയിലെ മനുഷ്യന് എന്നുള്ള വിശ്വാസം തന്നെ ഇന്നത്തെ ഭൗതികജ്ഞന്മാർക്കില്ല. അറിവിനെക്കുറിച്ചുള്ള ന്യൂട്ടോണിയൻ ഭൗതികത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജ്ഞാനശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ വർത്തമാനം. ഇന്ന് പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആധുനികമായ തെളിയിക്കപ്പെട്ട ഖഗോളശാസ്ത്രരംഗത്തെ തത്വം. ആ പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മിൽ നിന്ന് പ്രകാശത്തോടടുത്ത പ്രവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗാലക്സികളിലെ ക്ലസ്റ്ററുകളിലെ അറിവ് ഒരിക്കലും നമുക്ക് ലഭിക്കില്ല. അതേപോലെ തന്നെ ഹീസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് ആറ്റോമിക് ഫിസിക്സിന്റെ രംഗത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത തത്വങ്ങളിലൊന്നാണ്. പ്രിൻസിപ്പിളാണ്, തത്വമാണ്. അതിൻ്റെ അർത്ഥം വിശദീകരണത്തിന് സമയമില്ല. ആറ്റത്തെ, അണുവിനെ പൂർണ്ണമായി മനുഷ്യന് ഒരിക്കലും ഒരു നിമിഷത്തിൽ അറിയാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ അറിവ് എന്നത് നമുക്ക് ഏതവസരത്തിലും നേടിയെടുക്കുവാൻ കഴിയുന്നത് മാത്രമാണ് എന്നുള്ള സങ്കല്പത്തിന് അടിസ്ഥാനരഹിതമാണ്. പിന്നെ പടച്ച തമ്പുരാന്റെ അറിവിനെ നമ്മുടെ അറിവുമായി എങ്ങനെ താരതമ്യപ്പെടുത്തും? നമ്മുടെ അറിവിനെ കുറിച്ചുള്ള ആധുനികമായ പ്രപഞ്ച ഭൗതിക പ്രകാരം ആപേക്ഷികമാണ് നമ്മുടെ അറിവ് എന്നാണ്. നമ്മുടെ അറിവ് ആപേക്ഷികമാണ്, എന്തിൻ്റെയും അറിവ് ആപേക്ഷികമാണ്. പടച്ച തമ്പുരാനെ, ഇസ്ലാം പരിചയപ്പെടുത്തുന്ന പടച്ച തമ്പുരാനെ പലപ്പോഴും മാഷ് പരിചയപ്പെട്ടിട്ടേ ഇല്ലേ എന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു. പ്രത്യേകിച്ച് വള്ളിക്കുന്നിനെ പോലുള്ള ഒരു സ്ഥലത്ത് പഞ്ചായത്ത് പ്രസിഡന്റായി നിന്നിട്ട് പോലെ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന പടച്ച തമ്പുരാൻ ഈ പ്രപഞ്ചത്തിന് അതീതനാണ് എന്നുള്ള വസ്തുത അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. സർവ്വവ്യാപി എന്നുള്ള സങ്കല്പത്തിലാണ് അദ്ദേഹം ഇപ്പോഴും. പടച്ച തമ്പുരാന്റെ സത്ത പ്രപഞ്ചത്തിന് അതീതമാണ് എന്നും അവന്റെ അറിവും കഴിവുമാണ് പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നുമുള്ളതാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന പടച്ച തമ്പുരാന്റെ സവിശേഷത. അവന്റെ അറിവും കഴിവും പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒരു ചെറിയ അണുവിനകത്ത് പോലും അവന്റെ അറിവുണ്ട്, കഴിവുണ്ട്. പക്ഷേ അവന്റെ അസ്തിത്വമാകട്ടെ പ്രപഞ്ചാതീതമാണ്. ആ പ്രപഞ്ചാതീതനായ പടച്ച തമ്പുരാൻ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവ് ലഭിക്കണമെങ്കിൽ തന്നെ ആധുനിക പ്രപഞ്ച മാതൃക പ്രകാരം പ്രപഞ്ചത്തിന് പുറത്തു പോകണം. അറിവിനെ കുറിച്ച് ഏറ്റവും അടിസ്ഥാനപരമായ വസ്തുതകൾ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. നമ്മുടെ അറിവ് സ്ഥലത്തിനും കാലത്തിനും ആപേക്ഷികമായിട്ടാണ്, നമ്മുടെ നിലനിൽപ്പിന് ആപേക്ഷികമായിട്ടാണ്. അറിവ്, പൂർണ്ണമായ അറിവ് അല്ലെങ്കിൽ വസ്തുനിഷ്ഠം എന്നുള്ളത് നമ്മുടെ സ്ഥലകാലവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമാണ്. എന്നാൽ കേവലമായ അറിവ്, പ്രപഞ്ചത്തിന് അതീതമായ ഒരാൾക്ക് മാത്രമേ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പൂർണ്ണമായ കേവലമായ അറിവുണ്ടാകൂ. സർവജ്ഞനായ പടച്ച തമ്പുരാൻ എന്ന് നമ്മൾ പറയുമ്പോൾ ആധുനിക പ്രപഞ്ച മാതൃക അത് അംഗീകരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നമ്മളെപ്പോലുള്ള ഒരാളായിട്ട് പടച്ചോനെ മനസ്സിലാക്കുന്നു. ഖുർആനിലെ പടച്ചോനെ പോലെ അദ്ദേഹം അങ്ങനെ മനസ്സിലാക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ചില പുസ്തകങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിപ്പോയത്. നമ്മളെപ്പോലുള്ള ഒരാൾ, സത്യസായി ബാബാന്റെ ഒരു വലിയ രൂപം അതല്ല. ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവം തമ്പുരാൻ പ്രപഞ്ചാതീതനാണ്, പദാർത്ഥാതീതനാണ്. നമ്മളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ അറിവിന് അതീതമാണ് അവന്റെ അസ്തിത്വം. എന്നാൽ അവന്റെ ഗുണവിശേഷണങ്ങൾ നമുക്ക് പ്രകടമാണ്. അത് മറ്റൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ
ആ കാര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ അടിസ്ഥാനപരമായി ഇസ്ലാം പറയുന്ന ദൈവസങ്കല്പത്തെ വിമർശിക്കേണ്ട കാര്യമില്ല. പിന്നീട് വ്യത്യസ്തങ്ങളായ ദൈവസങ്കല്പങ്ങളുണ്ട്. തീർച്ചയായും വ്യത്യസ്ത ദൈവസങ്കല്പങ്ങളുണ്ട് എന്നതുകൊണ്ട് ദൈവസങ്കല്പം തന്നെ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായും പലപ്പോഴും ഭൗതികവാദികൾ എടുക്കാറുള്ളത് വ്യത്യസ്ത മതവീക്ഷണങ്ങളുള്ള ആളുകൾ പരസ്പരം തർക്കിക്കുന്ന വിഷയത്തിൽ നടുവിൽ നിന്നുകൊണ്ട് അവരുടേതായ പ്രവർത്തനം ചെയ്യാറാണ്. യഥാർത്ഥത്തിൽ വ്യത്യസ്ത ദൈവസങ്കല്പങ്ങൾ സ്വാഭാവികം. ഭൗതികവാദത്തിന്റെ രംഗത്തിലെ ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്നുള്ള വിഷയത്തിൽ മാർക്സിയൻ ഭൗതികവാദികളും കേവല ഭൗതികവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിലേക്ക് യുക്തിവാദി പ്രസ്ഥാനത്തെ കെട്ടാൻ ശ്രമിക്കുന്നയാളാണ് കലാനാഥ മാസ്റ്റർ എന്നും ആ കലാനാഥ മാസ്റ്റർ അടുത്ത് നിന്ന് യഥാർത്ഥത്തിലുള്ള ഭൗതികവാദത്തെ രക്ഷിച്ചാൽ മാത്രമേ ഇവിടെ രക്ഷയുള്ളൂ എന്നും വാദിക്കുന്ന ഇടമറുകിന്റെ നേതൃത്വത്തിലുള്ള ഭൗതികവാദികൾ കേരളത്തിൽ തന്നെ ഉണ്ട്. വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് അതുകൊണ്ടല്ല ഭൗതികവാദം തെറ്റാകുന്നത്. ഭൗതികവാദം സൈദ്ധാന്തികമായി തെറ്റാണെന്നുള്ളതുകൊണ്ടാണ് ഭൗതികവാദം തെറ്റാകുന്നത്. അതേപോലെ തന്നെ ദൈവവിശ്വാസത്തെക്കുറിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് എന്നതുകൊണ്ട് ദൈവവിശ്വാസം എങ്ങനെ തെറ്റാകും? സൃഷ്ടിവാദത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, സൃഷ്ടി സിദ്ധാന്തം, സൃഷ്ടി നടന്നിട്ടുണ്ട് എന്നതിന് തെളിവായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതിൽ യാതൊന്നും വിമർശിക്കപ്പെട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഓരോന്നിനും പ്ലാൻ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ആ പ്ലാൻ പടച്ച തമ്പുരാൻ എങ്ങനെ നടപ്പാക്കുന്നു എന്നത് നമ്മുടെ അറിവിന് അതീതമാകാം. നമ്മുടെ അറിവിന് അതീതമായ യാതൊന്നുമില്ലേ? നമ്മുടെ അറിവിന് അതീതമായ യാതൊന്നുമില്ല എന്ന് പറയാൻ കഴിയുമോ? പടച്ച തമ്പുരാൻ ഇവിടെ പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ പ്രത്യേക നിയതമായ കാലത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി നിർവഹിച്ചിരിക്കാം. ഇവിടെ 6 ഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ എവിടെയും 8 ഘട്ടങ്ങളായിട്ടാണ് 8 യൗമുകളിലായിട്ടാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി നടന്നതെന്ന് പറയുന്നില്ല. അത് മൂന്ന് ഭാഗമായി തിരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. വിശദീകരിക്കണമെങ്കിൽ സമയമെടുക്കും. ഇൻഷാ അല്ലാഹ് ഖുർആനിലെ 41-ാമത്തെ അധ്യായത്തിന് 9 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ എന്ത് പറയുന്നു എന്നുള്ളത് ചോദ്യോത്തര വേദിയിൽ സംശയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് വ്യക്തമാക്കാവുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ എവിടെയും 8 ഘട്ടങ്ങളായി 8 യൗമുകളിലായിട്ടാണ് പ്രപഞ്ച സൃഷ്ടി നടന്നതെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ പ്രപഞ്ച സൃഷ്ടിയുടെ ക്രമത്തെ 3 തലങ്ങളിൽ നിന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊരു വശമാണ്. അതേസമയം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി വ്യത്യസ്ത ഘട്ടങ്ങളായിട്ട് പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചുകൂടാ? ഈ സമയം തന്നെ സൃഷ്ടിയാണെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സങ്കല്പത്തിൽ മാത്രമേ സമയം വരുന്നുള്ളൂ. അതുപോലെ അദ്ദേഹം മറക്കാണ്. ബിഗ് ബാങ്കിന് മുൻപ് സമയം എന്നുള്ള സങ്കല്പം പോലും, സമയം എന്ന് പറഞ്ഞല്ലോ, നമ്മൾ ഈ സമയം എന്ന് പറയും ഇന്നലെ, ഇന്ന്, നാളെ എന്നുള്ള സമയം. ഈ ബിഗ് ബാങ്കിന് മുൻപ് സമയം എന്നുള്ള സങ്കല്പം പോലും അനർത്ഥമാണ്, അടിസ്ഥാനരഹിതമാണ്. സമയം എന്നുള്ളത് നമ്മുടെ പ്രപഞ്ചവുമായി സ്ഥലവുമായി നിരങ്കുശമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പൊ സമയത്തിന് അതീതനാണ് പടച്ച തമ്പുരാൻ എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ നമ്മുടെ ഈ പദാർത്ഥ ലോകത്തുള്ള അല്ലെങ്കിൽ സ്ഥലകാല നൈരന്തര്യത്തിന്റെ അടിമത്വത്തിലുള്ള നമ്മുടെ മസ്തിഷ്കത്തിന് കഴിഞ്ഞൊന്നും വരില്ല. എല്ലാം യുക്തിപരമാകണം എന്ന്, എല്ലാം യുക്തിയിൽ സംശ്ലേഷണം ചെയ്യണം എന്ന് ആധുനിക ഭൗതികത്തിന് അഭിപ്രായമല്ല. യുക്തിവാദിക്ക് ചിലപ്പോൾ അഭിപ്രായം ഉണ്ടാക്കിയേക്കാം. ആധുനിക ഭൗതികത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ യുക്തിയിൽ കൊണ്ടുവരാൻ സാധ്യമല്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടാകാമെന്നും അതിന് തീർച്ചയായും അതീതമായ ഉത്തരങ്ങൾ ഉണ്ടാകാമെന്നും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. നോബൽ സമ്മാന ജേതാവായ സർ പീറ്റർ മഡവറുടെ ദ ലിമിറ്റ്സ് ഓഫ് സയൻസ് എന്ന പുസ്തകം വേണമെങ്കിൽ വായിച്ചു നോക്കുക. വളരെ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഭൗതികവാദികൾ തന്നെ പലപ്പോഴും അംഗീകരിക്കാറുണ്ട് ഇക്കാര്യം. പക്ഷേ ചില സമയത്ത് ഈ കാര്യം അംഗീകരിക്കാൻ ചിലപ്പോൾ തയ്യാറാകാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് ഡോക്ടർ ലാസർ തേർമഠം അദ്ദേഹം രചിച്ച പുസ്തകം മനുഷ്യബന്ധങ്ങൾ യുക്തിവാദത്തിലൂടെ എന്നുള്ള പുസ്തകം, അതിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്, 100% യുക്തിപരമായി കാര്യങ്ങൾ വിശദീകരിക്കുവാൻ കഴിയുകയില്ല എന്ന്. ഇൻഷാല്ലാ ആവശ്യമെങ്കിൽ ആ കൊട്ടേഷൻ വായിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ വായിക്കാവുന്നതാണ്. എൻ്റെ സമയം പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇവിടെ ഈ പ്രപഞ്ചത്തിന് അതീതനായ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളത് ശാസ്ത്രം നമുക്ക് നൽകുന്ന അറിവാണ്. കൃത്യമായ പ്ലാനിങ് ഈ പ്രപഞ്ചത്തിൽ ഓരോ കാര്യത്തിലുമുണ്ട്. ജീവപരിണാമത്തിന്റെ അടിസ്ഥാനത്തിൽ അത് വിശദീകരിക്കാനേ കഴിയില്ല. മില്ലറുടെ എക്സ്പെരിമെന്റിനെ കുറിച്ച് പറഞ്ഞു, ഒപ്പാരിന്റെ എക്സ്പെരിമെന്റ്സിനെ കുറിച്ച്, ഫോക്സിന്റെ എക്സ്പെരിമെന്റ്സിനെ കുറിച്ചെല്ലാം പറഞ്ഞു. വളരെ വിശദമായി ആ കാര്യങ്ങളെല്ലാം ശാസ്ത്രലോകം കൈയൊടിച്ചിട്ട് ദശാബ്ദങ്ങളായി എന്നുള്ള വസ്തുത ബഹുമാനായ കലാനാഥൻ മാഷ് മനസ്സിലാക്കണം.
മില്ലറുടെ എക്സ്പെരിമെന്റ് പ്രകാരം ഒരിക്കലും ജീവൻ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകാൻ സാധ്യമല്ല. ഞാനിവിടെ പറഞ്ഞു. ഇന്ന് അത് മറ്റൊരു തലത്തിലേക്ക് പ്രഗത്ഭരായ ജീവശാസ്ത്രജ്ഞന്മാർ, പ്രഗത്ഭരായ ആസ്ട്രോഫിസിസ്റ്റുകൾ എല്ലാം തന്നെ ഇവിടെ ജീവൻ ഉണ്ടാക്കാൻ പറ്റൂല, അതുകൊണ്ട് ആകാശത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിക്കോട്ടെ, എന്നിട്ട് ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് പറയുന്ന അവസ്ഥാവിശേഷമാണ്. എന്നാലും പടച്ചോനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. അത് എന്തുകൊണ്ട്? ഈ അഹങ്കാരത്തിന്റെ ഫലമാണത്. ഞാൻ പറഞ്ഞ അവിടെയാണ് നമുക്ക് വിനയം ഉണ്ടാകേണ്ടത്. ഭൗതികവാദിയായിരുന്ന, എന്നിട്ട് പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ബഹുമാനനായ ഡോക്ടർ ഉസ്മാൻ സാഹിബ് അദ്ദേഹത്തിന്റെ രചനയിൽ പറയുന്നുണ്ട്, അല്പജ്ഞാനം പ്ലസ് അഹങ്കാരം സമം ഭൗതികവാദം, ജ്ഞാനം പ്ലസ് വിനയം സമം ദൈവവിശ്വാസം. പലപ്പോഴും തോന്നിപ്പോവാണ്. എന്തുകൊണ്ടെന്നാൽ കൃത്യമായി പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ഇതിന് പിന്നിലുള്ള പ്ലാൻ നിഷേധിക്കാൻ സാധ്യമല്ല. പിന്നെ നിഷേധിക്കുന്നത് എന്തുകൊണ്ടാ? ഞാൻ പറഞ്ഞ നേരത്തെ കലാനാഥൻ മാഷ് ഒരു രചനയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ലക്കം യുക്തിരേഖയിൽ പറയുന്ന കാര്യം. ആ പറയുന്ന കാര്യത്തിൽ പറയുന്ന കാര്യം എന്താ? ശാസ്ത്രം പറഞ്ഞാലും ഞങ്ങൾ എതിർക്കും, കാരണം ചരിത്രപരമായ പ്രശ്നമാണ്. അദ്ദേഹം അതിനുള്ള ഉദാഹരണം പറഞ്ഞു. ഇവിടെ വർഗീയത, ഭീകരവാദം എല്ലാം ശരി, ഞാൻ അംഗീകരിക്കുന്നു. മതത്തിന്റെ പേരിൽ, ദൈവത്തിന്റെ പേരിൽ പ്രശ്നങ്ങളുണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട്, അതേപോലെ തന്നെ ജനങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ദൈവം എങ്ങനെ കുറ്റക്കാരനാകും? ദൈവത്തിന്റെ പേരിൽ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ദൈവം കുറ്റക്കാരനാകുമെങ്കിൽ ഭൗതികവാദത്തിന്റെ പേരിൽ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഭൗതികവാദം കുറ്റക്കാരനാവണ്ടേ? കമ്മ്യൂണിസത്തിന്റെ പേരിൽ നടക്കാത്ത തോന്നിവാസങ്ങൾ എന്താണ്? ഭൗതികവാദത്തിന്റെ പേരിൽ നടക്കാത്ത തോന്നിവാസങ്ങൾ എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ശാസ്ത്രരംഗത്ത് പലപ്പോഴും ശാസ്ത്രരംഗത്തെ കുറിച്ച് പറയുമ്പോൾ ശാസ്ത്രത്തെ തകർത്തവരായിട്ട് മതവിശ്വാസികളെ, ക്രൈസ്തവ മത പുരോഹിതന്മാരെ, ഇസ്ലാമിനെല്ലാം പറയാറുണ്ട്. ഇവിടെയും പറഞ്ഞു. ഞാൻ നിഷേധിക്കുന്നില്ല. പൗരോഹിത്യം പലപ്പോഴും എതിർത്ത് നിന്നിട്ടുണ്ട്. പക്ഷേ പൗരോഹിത്യമാണത്. പൗരോഹിത്യം മതത്തിന്റെ മാത്രമല്ല, ഭൗതികവാദത്തിന്റെയും പൗരോഹിത്യം എതിർത്ത് നിന്നിട്ടുണ്ട്. ഞാൻ പറയട്ടെ, മാർട്ടിൻ ഗാർഡനറുടെ സയൻസ്, ഗോഡ് ആൻഡ് ബോഗസ് എന്ന പുസ്തകം 1981 പുറത്തു വന്ന പുസ്തകം വായിക്കുക നിങ്ങൾ. ക്വാണ്ടം മെക്കാനിക്സിൽ നടന്ന ഗവേഷണങ്ങളെ ബൂർഷ്വാ ശാസ്ത്രം എന്ന് പറഞ്ഞ് റഷ്യയിൽ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ലേ? നിഷേധിക്കാൻ കഴിയുമോ? അതേപോലെ തന്നെ 1920-നും 30-നും ഇടയിൽ അറിയപ്പെട്ട ജനിതക ശാസ്ത്രജ്ഞനായ നിക്കോളായ് വാവ്ലോവിനെ 1940 ആഗസ്റ്റ് 6-ന് റഷ്യൻ ഭരണകൂടം ജയിലിലടച്ചിട്ടില്ലേ? എന്തേ ഗലീലിയോയെ കുറിച്ച് പറയുന്ന ആളുകൾക്ക് വാവ്ലോവിനെ കുറിച്ച് പറയാൻ പ്രയാസം? എന്താ കാരണം വാവ്ലോവിനെ ജയിലിലടക്കാൻ കാരണം എന്താണെന്നറിയാമോ? സ്റ്റാലിന്റെ സുഹൃത്തായ ടോഫ്രിം ലൈസൻകോവിന്റെ കൃഷിശാസ്ത്ര സംബന്ധിയായ അബദ്ധവാദങ്ങളെ എതിർത്തു എന്ന കാരണം മാത്രം. ആ കാരണത്താൽ മാത്രം ജയിലിലടച്ചു. നിഷേധിക്കാൻ കഴിയുമോ? അതിന് കമ്മ്യൂണിസത്തെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. കമ്മ്യൂണിസമായാലും ഭൗതികവാദമായിരുന്നാലും അതിന്റെ പൗരോഹിത്യം. സ്റ്റാലിൻ പുരോഹിതനാവുകയായിരുന്നു, കഴിഞ്ഞില്ല. പരിണാമവാദം ഇവിടെ പറഞ്ഞല്ലോ. പരിണാമവാദത്തെ പോലെ ആധുനിക കാലഘട്ടത്തിൽ മാനവ വിരുദ്ധമായി ഉപയോഗിക്കപ്പെട്ട മറ്റൊരു ശാസ്ത്രമുണ്ടോ? മറ്റൊരു തത്വശാസ്ത്രമുണ്ടോ? മതത്തെക്കുറിച്ച് പറയാറുണ്ട് പലപ്പോഴും. പരിണാമവാദം ഉപയോഗിച്ച് യൂജനിക്സ് എന്നിട്ടൊരു ശാഖ തന്നെ ഉണ്ടാക്കിയില്ലേ? യൂജനിക്സിനെ കുറിച്ച് ഈ ലക്കം, കഴിഞ്ഞ ലക്കം, ഇപ്പൊ പുതിയ ലക്കം, ഇന്ന് പുറത്തു വന്ന കുങ്കുമം മാസികയിൽ ഒരു പുസ്തകത്തെ നിരൂപണം ചെയ്തുകൊണ്ട് PG ഗോവിന്ദപിള്ള എഴുതുന്നുണ്ട്. എന്താ? നരവംശാസ്ത്രത്തിന്റെ പേരിൽ ഉയർന്നവരാണ് വെള്ളക്കാരെന്നും മറിച്ച് നീഗ്രോകൾ കുരങ്ങിൽ നിന്ന് നേരിട്ടുണ്ടായവരാണെന്നും വരുത്തി തീർക്കാനും, അങ്ങനെ അവരെ വംശനാശം വരുത്തണം, കാരണം അർഹതയുള്ളതാണ് അതിജീവിക്കേണ്ടത്, മറിച്ച് ആര്യന്മാർക്കാണ്ട് ഇവിടെ സ്ഥാനമൊന്നും വരുത്താൻ വേണ്ടി യൂജനിക്സ് എന്ന ശാസ്ത്രശാഖയുണ്ടായി. നിഷേധിക്കാൻ കഴിയുമോ? അപ്പൊ അതുകൊണ്ട് ചരിത്രപരമായി ഭൗതികവാദം സകല തോന്നിയാസങ്ങൾ ഉണ്ടാക്കിയെന്നാണോ? ഇനിയും എത്രയോ കാര്യങ്ങൾ മതനിഷേധത്തിന്റെ പേരിൽ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് ഗിനിപ്പന്നികളെ പോലെ പരീക്ഷിക്കപ്പെട്ട മനുഷ്യന്മാർ, ഗിനിപ്പന്നികളെ പോലെ ശാസ്ത്രജ്ഞന്മാരെ ചെയ്തത്. അതുകൊണ്ട് ശാസ്ത്രം തെറ്റെന്ന് പറയാൻ പറ്റുമോ? ശാസ്ത്രത്തെക്കുറിച്ച് അശീഷ് നന്ദി എഴുതിയൊരു പുസ്തകം തന്നെയുണ്ട്, ക്രോഡീകരിച്ച പുസ്തകം, സയൻസ്, സൊസൈറ്റി ആൻഡ് ഹെഗമണി എന്ന് പറഞ്ഞിട്ട്, ശാസ്ത്രം, സമൂഹം, അധീശത്വം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിൽ പറയുന്നത് ശാസ്ത്രത്തിന്റെ പേരിൽ നടന്ന നികൃഷ്ടതകളെ കുറിച്ചാണ്. ആശീഷ് നന്ദി മതമൗലികവാദിയല്ല. ഞാൻ പറയുന്നത് അതുകൊണ്ട് ശാസ്ത്രം തെറ്റെന്ന് പറയാൻ പറ്റുമോ? ഇന്ന് ജനിതക ശാസ്ത്രത്തിന്റെ ഉത്തുംഗതയിലേക്ക് നമ്മൾ നടന്നു പോകുന്നു. ഇന്ന് ജനിതക ശാസ്ത്രം ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് എന്തിനാ? എയ്ഡ്സിനെ പോലെയുള്ള അണുക്കളെ ഉണ്ടാക്കി പാവപ്പെട്ട മൂന്നാം ലോക രാഷ്ട്രങ്ങളെ നശിപ്പിക്കുവാനുള്ള പ്രവർത്തനത്തിന് അതിന് ജനിതക ശാസ്ത്രത്തെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? ഇല്ലെങ്കിൽ മതത്തിന്റെ, ദൈവത്തിന്റെ പേരിൽ ഏതെങ്കിലും പുരോഹിതന്മാർ ചെയ്തതുകൊണ്ട് മതത്തെയും ദൈവത്തെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഞങ്ങൾ പറയുക, ഇത് ചെയ്തത്, മതത്തിന്റെ പേരിൽ ക്രൂരതകൾ ചെയ്തത് ഭൗതികവാദികളായ മതത്തിന്റെ കുപ്പായമിട്ട ആളുകളാണെന്ന്. അതും നിഷേധിക്കാൻ സാധ്യമല്ല ഭൗതികവാദികൾക്ക്. ഇപ്പൊ ഇന്ത്യ വർഗീയതയെ കുറിച്ച് പറഞ്ഞല്ലോ. വർഗീയതയെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ ആധുനിക ഇന്ത്യയിൽ
വർഗീയതയെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തിയ വ്യക്തി, ഏറ്റവും കൂടുതൽ വ്യക്തി ആര് എന്നുള്ള ചോദ്യത്തിന് പലപ്പോഴും കലാനാഥൻ മാസ്റ്റർ പൊതുവേദികളിൽ പറയാറുള്ള ഉത്തരം ശ്രീമതി ഇന്ദിരാഗാന്ധി എന്നാണ്. ശ്രീമതി ഇന്ദിരാഗാന്ധി വർഗീയതയെ ഫലപ്രദമായി കേരളത്തിൽ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. ആരാണ് ഈ ശ്രീമതി ഇന്ദിരാഗാന്ധി? കോൺഗ്രസ്സുകാർ ക്ഷമിക്കുക, ആരാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി ഭൗതികവാദികളുടെ വീക്ഷണത്തിൽ? ഇത് യുക്തിവാദി മാസിക എം സി ജോസഫിന്റെ പത്രാധിപത്യത്തിൽ നടന്ന യുക്തിവാദി മാസിക. എം സി ജോസഫിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. യുക്തിവാദി മാസികയുടെ വോള്യം 43 നമ്പർ 9 ഏപ്രിൽ 1972 അവരെഴുതുകയാണ്, ശ്രീമതി ഇന്ദിരാഗാന്ധിയെ കുറിച്ച് യുക്തിവാദവും മതാചാരവും. വളരെ വിശദമായതാണ്, ഞാൻ കൂടുതൽ ഇതാക്കുന്നത്. ഇത്തവണത്തെ യുക്തിവാദിയിൽ നിരീശ്വരിയായ ഇന്ദിരാഗാന്ധി എന്നൊരു കുറിപ്പുണ്ടല്ലോ. എന്നാൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ഒരു മതത്തെയും ആശ്രയിക്കുന്നില്ല, ദൈവം എന്ന ഊന്നുവടി എനിക്ക് ആവശ്യവുമില്ല എന്ന് പറഞ്ഞ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്നതിന് എം സി നൽകുന്ന മറുപടി, തീർച്ചയായും മതേതര രാജ്യമായ ഇന്ത്യയിൽ മതവിശ്വാസികളെ പറ്റിച്ച് അവരുടെ വോട്ട് നേടണമെങ്കിൽ അവർക്ക് എന്തു വേണം? പല മതാചാരങ്ങളും ചെയ്യണം. അതാണ് ഇന്ദിരാഗാന്ധി ചെയ്യുന്നത്. അവർ യഥാർത്ഥത്തിൽ ഭൗതികവാദിയാണ്, യുക്തിവാദിയാണെന്നാണ്. എന്നിട്ടോ എന്നിട്ട് എഴുതുകയാണ്, നിങ്ങൾ നോക്കുക, യുക്തിവാദികൾ നാസ്തികർ എന്ന് പറയപ്പെടുന്നവർക്ക് അവരുടേതായ ഒരു സമുദായമോ വിശ്വാസ സംഹിതകളോ ആചാര നിബന്ധനകളോ നിരോധനങ്ങളോ ഇല്ല, ഉണ്ടാകാൻ പാടില്ലാത്തതുമാണ്. എന്തെങ്കിലും ന്യായമായ പ്രയോജനമുണ്ടെങ്കിൽ ഏത് മതാചാരവും പരസ്യമായി അനുഷ്ഠിക്കുന്നതിൽ യാതൊരു പ്രതിബന്ധവും ഇല്ലാത്തവരാണ് യുക്തിവാദികൾ. അപ്പോ ഈ രാജ്യത്ത് ഞാൻ വർഗീയത, ഇന്ത്യ രാജ്യത്ത് വർഗീയത ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയ വ്യക്തി എന്ന് കലാനാഥൻ മാസ്റ്റർ അടക്കം പറയുന്ന ആൾ ഭൗതികവാദിയാണെന്നും മതത്തിന്റെ കുപ്പായമിട്ട് ജനങ്ങളെ ചെന്നായ്ക്കളായി മാറി, ആട്ടിൻതോൾ കഴിഞ്ഞ് ചെന്നായ്ക്കളായി മാറി ജനങ്ങളെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ? തീർച്ചയായും ഭൗതികവാദത്തിന് കുപ്പായമിട്ടതാണ് എല്ലാ തരത്തിലുള്ള പൗരോഹിത്യവും. കാരണം എന്താ? ഭൗതികവാദത്തിന്റെ തത്വം എന്താ? പരമാവധി ജീവിതത്തെ ആസ്വദിക്കുക, എപ്പിക്യൂറിയനിസം, തിന്നുക, കുടിക്കുക, രസിക്കുക, രമിക്കുക. ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോ ആ ജീവിതത്തെ ആസ്വദിക്കാൻ ഭൗതികവാദിയായി കുപ്പായിട്ട് ഇദ്ദേഹത്തെ പോലെ നടന്നാൽ പറ്റില്ല. അവിടെ ചില തത്വങ്ങൾ വേണ്ടി വരും. അപ്പൊ യഥാർത്ഥത്തിലുള്ള ഭൗതികവാദി ആരാണ്? മതത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന, മതത്തിന്റെ ആശയങ്ങൾ ഉള്ളിൽ കിടക്കാത്ത, മതത്തെ തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ദൈവവിശ്വാസമില്ലാത്ത ആളുകൾ. ഖുർആൻ പറഞ്ഞത് അത് തന്നെ, അറൈതല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതനിഷേധിയെ നീ കണ്ടുപോ. ആരാ മതനിഷേധി? മതത്തിന്റെ ചിഹ്നവുമായി നടക്കുകയും മതത്തിന്റെ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതെ നടക്കുകയും ചെയ്യുന്ന ആൾ, മതം ഹൃദയത്തിലേക്ക് ഇറങ്ങാത്തവൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് ദൈവത്തെ നിഷേധിക്കാൻ ചരിത്രപരമായ കാരണം എങ്ങനെ പറയും? ദൈവത്തിന്റെ പേരിൽ ക്രൂരതകൾ ഉണ്ടായിട്ടുണ്ട്, ഭൗതികവാദത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്, ശാസ്ത്രത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. 3 കോടി മനുഷ്യരെയാണ് പട്ടിണിക്കെട്ട് സോഷ്യലിസ്റ്റ് സ്വർഗത്തിനു വേണ്ടി ഉക്രൈനിലെ കർഷകരെയാണ് പട്ടിണിക്കെട്ട് കൊന്നത് സ്റ്റാലിൻ. 35 ലക്ഷത്തോളം ആളുകളെയാണ് പോൾ പോട്ട് കമ്മ്യൂണിസ്റ്റ് കംബോഡിയക്ക് വേണ്ടി കൊല ചെയ്തത്. കഴിഞ്ഞാലൊക്കെ മാതൃഭൂമി നോക്കുക നിങ്ങൾ, അതില് തലയോട്ടികൾ വെച്ച ചിത്രം കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒരു മനുഷ്യൻ ഇങ്ങനെ ആകാൻ കഴിയുമോ? മതത്തിന്റെ പേരിലാണോ? സാക്ഷാൽ കമ്മ്യൂണിസത്തിന്റെ പേരിൽ. അതുകൊണ്ട് ഞാൻ പറയില്ല കമ്മ്യൂണിസമാണ് മാത്രമാണ് അവിടെ പ്രതിക്കൂട്ടിൽ. മറിച്ച് അതിനെ ഉപയോഗപ്പെടുത്തി, ഏതിനെയാണെങ്കിലും അങ്ങനെ ഉപയോഗപ്പെടുത്തപ്പെട്ടാൽ അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ നമ്മൾ സന്നദ്ധമാകണം എന്നാണ് എനിക്ക് ബഹുമാനനായ കലാനാഥ മാസ്റ്ററോട് പറയാനുള്ളത്. പിന്നീട് അദ്ദേഹം പറഞ്ഞത് മതം സൃഷ്ടിച്ച ദുരിതങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ ശാസ്ത്രീയമായ അറിവിനെ കുറിച്ച് പറഞ്ഞു. ശാസ്ത്രീയമായ അറിവ്, ഭൂമി പരന്നതാണ്. ശരി, ഖുർആനിലെ ഭൂമി പരന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ ഭൂമി പരന്നതാണെന്ന് പറയുന്നു. എന്നാൽ അതിന് മറുപടി അറിയണമെങ്കിൽ തന്നെ ഒരുപാട് സമയം വേണം. അതുകൊണ്ട് ഇവിടെ ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ചോദ്യോത്തര വേദിയിൽ ഇൻഷാ അല്ലാ സമയമുണ്ടെങ്കിൽ പറയാം. ശാസ്ത്ര ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ഏറ്റവും ചുരുങ്ങിയതൊന്ന് പഠിക്കണം. ശാസ്ത്ര ചരിത്രത്തെക്കുറിച്ച് ഇപ്പോഴും പറയുന്നത് കോപ്പർനിക്കസ് ആണ് ഭൂമി ഉരുണ്ടതാണെന്ന് ആദ്യം പറഞ്ഞതാണ്. എന്താണ് ശാസ്ത്ര ചരിത്രം? നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അദ്ദേഹം നിർദ്ദേശിക്കട്ടെ, ഇൽ ഡയറുടെ ഹിസ്റ്ററി ഓഫ് ആസ്ട്രോണമി ഫ്രം തേൽസ് ടു കെപ്ലർ എന്ന പുസ്തകമുണ്ട്, വായിച്ചു നോക്കുക. ഭൂമിയുടെ ഗോളാകൃതിയെക്കുറിച്ച് ആരാണ് ലോകത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞത്? എന്തുകൊണ്ട് ശാസ്ത്ര ചരിത്രത്തിൽ നിന്ന് അത് തമസ്കരിക്കപ്പെട്ടു എന്ന് വായിച്ചു നോക്കുക. എന്തുകൊണ്ട്, എങ്ങനെ അവർ പറഞ്ഞു എന്നുള്ളത് മറ്റൊരു വശമാണ്, നമ്മൾക്ക് പരിശോധിക്കേണ്ടതാണ്.
പരിശുദ്ധ ഖുർആനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട അറബി ശാസ്ത്രജ്ഞന്മാരാണ് ലോകത്തിന്റെ മുന്നിൽ ഭൂമിയുടെ ഗോളാകൃതിയെക്കുറിച്ച് ആദ്യമായി പറഞ്ഞത് എന്നും ഭൂമിയുടെ ആരമളക്കുവാനും ഭൂമിയുടെ ഡയാമീറ്റർ അളക്കുവാനുമുള്ള പരിശ്രമങ്ങൾ ഖലീഫ മൗമൂന്റെ കാലത്ത് നടന്നു എന്നും പറയുന്നത് ഞാനല്ല, ഇൽഡ്രയറാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം ശാസ്ത്ര ചരിത്രത്തിൽ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തികളൊരാളാണ് ഇൽഡ്രയർ. നിഷേധിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പഠിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട്. പിശാചിനെ എന്തിനു സൃഷ്ടിച്ചു? പിശാചി സത്യമോ മിഥ്യയോ നമുക്ക് മറ്റൊരു വാദപ്രവാദം നടത്താൻ ഇൻഷാ അല്ലാഹ്. പിശാചി ശരിയോ തെറ്റോ, പിശാചിനെ എന്തിനു സൃഷ്ടിച്ചു? ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതിന് ഞാൻ ശാസ്ത്രീയമായി, ഞാനിവിടെ എൻ്റെ സംസാരം കേട്ടത് ഭൗതികവാദിക്ക് പറയാം, ശാസ്ത്രീയമായ കാര്യങ്ങൾ എൻ്റെ സംസാരത്തിൽ ആ പരിമിതമായ സമയത്ത് ഒരെണ്ണം പോലും നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭൂമിയിൽ ഒരിക്കലും യാദൃച്ഛികമായി ജീവൻ ഉണ്ടാവുക സാധ്യമല്ല എന്ന് അംഗീകരിച്ചത് ഭൗതിക ശാസ്ത്രജ്ഞന്മാരാണ്. ഫ്രെഡ് ഹോയിലിനെ പോലെയുള്ള, വിക്രമസിംഹയെ പോലെയുള്ള, ക്രിക്കിനെ പോലെയുള്ള, ഫ്രെഡറിക് ക്രിക്കിനെ പോലെയുള്ള ഭൗതിക ശാസ്ത്രജ്ഞന്മാർ. അപ്പോൾ ഭൂമിയിലുണ്ടാകാൻ സാധ്യതയില്ല. അപ്പൊ പിന്നെ അവർ പറയുന്നത് ഇവിടുന്ന് കൊമറ്റ് വഴി വന്നു. അപ്പൊ അത് നമ്മൾക്ക് അംഗീകരിക്കാം. കാരണം എന്താ? ദൈവം അവിടെ വരുന്നില്ലല്ലോ. നോ പ്രോബ്ലം. ഇവിടെ പ്രശ്നം ദൈവത്തിന് വിലക്ക് കൽപ്പിക്കലാണ്. എന്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. എന്തുകൊണ്ട് ദൈവം പാടില്ല? നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ചില വിലക്കുകൾ വേണ്ടി വരും. ദൈവമുണ്ടെങ്കിൽ ദൈവം തമ്പുരാന്റെ വിധികൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാൻ സന്നദ്ധനാകേണ്ടി വരും. അതിനെന്റെ അഹങ്കാരം സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ ദൈവത്തെ നിഷേധിക്കുന്ന നല്ലത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, വസ്തുനിഷ്ഠമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്ഥാപിക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. എൻ്റെ സമയം അവസാനിക്കുകയാണ്. പർവ്വതങ്ങളെക്കുറിച്ച്, അതേപോലെ തന്നെ ഭൂമിയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് പർവ്വതങ്ങൾ ചായാനാണോ ഇത്ര പൊട്ടത്തരം എന്ന് പറയും. ഞാൻ വളരെ വളരെ വിനീതമായി പറയട്ടെ, പർവ്വതങ്ങൾ ഭൂമിയിൽ ഉണ്ടാക്കുന്ന സംതുലിതത്തെക്കുറിച്ച് ഒന്ന് പഠിച്ചൂടെ? എന്തിനാ നമ്മൾ മല കുത്തിപ്പൊളിക്കുമ്പോൾ നിരത്തുമ്പോൾ നമ്മൾ പ്രകൃതി സ്നേഹികൾ ആകെ ഇളകി മറിയണേ? എന്തിനാ? മലയോടെ നടത്തിക്കോട്ടെ, എന്താ പ്രശ്നം? മല ഉരുണ്ടിട്ട് എന്തോ പ്രകൃതി കുറെ കാലമായി ഉണ്ടാക്കി വെറുതെ പ്ലേറ്റ് ടെക്ടോണിക്സ് നമുക്ക് കാമ്യമാണ്. കാരണം പ്ലേറ്റ് ടെക്ടോണിക്സും തെളിയിക്കപ്പെട്ട ശാസ്ത്രശാഖൊന്നുമല്ല കേട്ടോ. ബിഗ് ബാങ് നമുക്ക് പറ്റില്ല. അപ്പൊ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്താ? പ്ലേറ്റ് ടെക്ടോണിക്സ് തെളിയിക്കപ്പെട്ട ശാസ്ത്രശാഖൊന്നുമല്ല. പ്ലേറ്റ് ടെക്ടോണിക്സ് പ്രകാരം തന്നെ പറയാം. എങ്കിൽ തന്നെ പ്ലേറ്റ് ടെക്ടോണിക്സിലെ ഈ പർവ്വതങ്ങൾ ഇടിച്ചു പൊളിച്ച് നിരത്തിയാൽ ഭൂമിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറയുന്നുണ്ടോ? അല്ല, പർവ്വതങ്ങളുടെ നാശം ആ പ്രദേശങ്ങളിൽ ഭൂകമ്പങ്ങളും ഭൂചലനങ്ങളും ഉണ്ടാകാൻ കാരണമാകുന്നു എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രജ്ഞന്മാരാണ്, ഭൂഗർഭശാസ്ത്രജ്ഞന്മാരാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രകൃതിവാദികളും പരിസ്ഥിതിവാദികളും ഒച്ചപ്പാടുണ്ടാക്കി നടക്കുന്നത്. അപ്പൊ എന്തേ ഭൂമി നിങ്ങളെയും കൊണ്ട് ചലിക്കാതിരിക്കാൻ? നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ആധുനിക യുഗത്തിലെ മനുഷ്യർ മാത്രമാണ് എന്ന് വിചാരിക്കുന്നിടത്താണ് പ്രശ്നം. ആരായാലും ഭൂമി നിങ്ങളെയും കൊണ്ട് ചലിക്കാതിരിക്കാൻ, ഇവിടെ മനുഷ്യരായാലും മുൻപുള്ള ജീവികളായിരുന്നാലും ആരായിരുന്നാലും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നാണ്. വസ്തുനിഷ്ഠമായി ഈ പ്രപഞ്ചത്തെ അഹങ്കാര ലേശമന്യേ വിനീതമായി നോക്കിക്കാണുന്ന മനുഷ്യൻ, അത് ഏത് ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെയാകട്ടെ, അവന് സ്രഷ്ടാവിന്റെ അസ്തിത്വം ബോധ്യപ്പെടാതിരിക്കില്ല. പഠിക്കുക, വിനയാന്വിതരാവുക. നമ്മൾ 1000 പേർ ഒന്നിച്ച് നിഷേധിച്ചാലും സ്രഷ്ടാവ് നിഷേധിക്കപ്പെടുകയില്ല എന്ന് നമ്മൾ അറിയുക, മനസ്സിലാക്കുക. നാം വിനയാന്വിതരാവുക. നമ്മ പടച്ചതമ്പുരാൻ അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇനി നമ്മുടെ മൂന്നാമത്തെ സെഷനിലേക്ക് കടക്കുകയാണ്. ചോദ്യോത്തരവേളയാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിശദീകരണം ശ്രദ്ധിച്ച് കേൾക്കുകയും ചോദ്യം ചോദിക്കുമ്പോൾ കൃത്യമായി പാലിക്കുകയും വേണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ചോദ്യം ചോദിക്കുന്ന ആൾ അദ്ദേഹത്തിൻ്റെ പേരും സ്ഥലവും പറയണം. ഒരു സമയത്ത് ഒരു ചോദ്യം മാത്രമേ അനുവദിക്കുകയുള്ളൂ. ചോദ്യത്തിന് സമയപരിധിയുണ്ട്. 2 മിനിറ്റാണ് ചോദ്യം. വിശദീകരണമായി ചോദ്യം ചോദിക്കാൻ പാടുള്ളതല്ല. 2 മിനിറ്റാണ് ചോദ്യത്തിൻ്റെ സമയം. ചോദ്യകർത്താവ് ചോദ്യം ഉന്നയിക്കുന്നതിന് മുമ്പ് ആരോടാണ് ചോദിക്കുന്നത് എന്ന് വ്യക്തമാക്കണം. പേരും സ്ഥലവും പറഞ്ഞതിന് ശേഷം MM അക്ബറിനോടാണോ കലാനാഥൻ മാസ്റ്ററോടാണോ എന്ന് വ്യക്തമാക്കണം.
വിഷയാധിഷ്ഠിതമായ ചോദ്യങ്ങൾക്ക് മാത്രമേ അനുവാദം നൽകുകയുള്ളൂ. അല്ലാത്ത ചോദ്യങ്ങൾക്ക് ഈ വേദിയിൽ ഉത്തരം പറയാൻ കഴിയുകയില്ല. ഇനി ഉത്തരം പറയുന്ന രീതി, ആരോടാണോ ചോദിക്കപ്പെട്ടത് അവരായിരിക്കും ആദ്യമായി ഉത്തരം നൽകുക. അതിനുശേഷം മറ്റേ പ്രാസംഗികനും സമയമുണ്ട്. വേണമെങ്കിൽ ഒരു വിശദീകരണത്തിനു കൂടിയുള്ള സമയം ആദ്യത്തെ പ്രാസംഗികന് ഉണ്ടാകും, ചോദിക്കപ്പെട്ട ആൾക്കുണ്ടാകും. ഒരു ചോദ്യം കലാനാഥൻ മാസ്റ്ററോടാണെങ്കിൽ അടുത്ത ചോദ്യം MM അക്ബറിനോടായിരിക്കണം. ഇങ്ങനെയാണ് ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവർക്കായി ചില സീറ്റുകൾ മുന്നിൽ നീക്കി വച്ചിട്ടുണ്ട്. അവിടെ വന്ന് സ്ഥാനം പിടിക്കാവുന്നതാണ്. ഓരോരുത്തരായി എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിക്കാം. എൻ്റെ ചോദ്യം കലാനാഥൻ സാറിനോടാണ്. സാറ് വിഷയാവതരണത്തിൽ പ്രപഞ്ചോൽപത്തിയെ പറ്റി പറഞ്ഞപ്പോൾ ബിഗ് ബാങ് തിയറിനെ അനുകരിച്ച് മറ്റ് 2-3 ശാസ്ത്രകാരന്മാരുടെ നിഗമനം വെച്ചിട്ടാണ് അദ്ദേഹം പ്രപഞ്ചോൽപത്തിയെ പറ്റിയിട്ട് സംസാരിച്ചത്. ആ സംസാരത്തിലൂടെ ശാസ്ത്രത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള തത്വമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വളരെ വ്യക്തമായ നിർവചനവും അടിസ്ഥാന തത്വങ്ങളും ഉള്ള ഒരു അറിവിൻ്റെ ക്രമനിബിഡമായിട്ടുള്ള അറിവിൻ്റെ ഒരു കൂട്ടമായിട്ടുള്ള ശാസ്ത്രത്തിന് ഇത്രയും പ്രയാസരഹിതമായി നിന്നുകൊണ്ട് ഒരു അടിസ്ഥാനമില്ലാത്തൊരു സാധനമാണ് ഈ ശാസ്ത്രം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? പ്രപഞ്ചോൽപത്തി ശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനം മുഴുവൻ പൂർണ്ണമായി നേരിട്ട് നടത്താവുന്ന ഒരു ഗവേഷണ പദ്ധതിയല്ല. കഴിഞ്ഞുപോയ പ്രപഞ്ച ഉൽപ്പത്തിയെ സംബന്ധിച്ച ഭൂതകാല സംഭവങ്ങളെ ലഭ്യമാകുന്ന വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് സ്ഥിരീകരിക്കുന്ന ഒരു വളരെ സങ്കീർണമായ ഒരു പ്രവർത്തനമാണത്. അതുകൊണ്ട് തന്നെ അത് ഇന്നോ നാളെയോ അവസാനത്തെ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞുകൊള്ളുമെന്നില്ല. അതുകൊണ്ടാണ് ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ ഹിപ്പോത്തസിസ്, സാങ്കല്പിക സിദ്ധാന്തങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ സിദ്ധാന്തങ്ങൾ പൂർണ്ണമായി തെളിയിക്കപ്പെട്ടാലേ അവയെ സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി എന്ന് വിളിക്കൂ. ശാസ്ത്രത്തിൻ്റെ പതിവാണത്. അങ്ങനെ ഹിപ്പോത്തസിസ് രൂപത്തിലുള്ള 3 സിദ്ധാന്തങ്ങൾ പ്രകൃതിയിലുണ്ടെന്നും അതിന് ബിഗ് ബാങ് തിയറിക്കാണ് അതിന് കൂടുതൽ പിന്തുണ ഇന്നത്തെ നിലയ്ക്കുള്ളതെന്നും എന്നാൽ തന്നെ ബിഗ് ബാങ് പിന്തുണ തിയറിക്ക് പോലും ചില പോരായ്മകളുണ്ടെന്നും ശാസ്ത്രരംഗത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ വൈരുദ്ധ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് അംഗീകരിക്കാത്തത്. നേരെ മറിച്ച് അവ ഹിപ്പോത്തറ്റിക്കൽ ലെവലിലാണ്. ശാസ്ത്രീയ രീതി ഞാൻ വിവരിച്ചവൻ പറഞ്ഞു. സംശയിക്കുക, ചോദ്യം ചെയ്യുക, ഹിപ്പോത്തസിസ് രൂപീകരിക്കുക, അതിനുശേഷം നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ വ്യക്തമായ സിദ്ധാന്തവും അതിനുശേഷം സാമാന്യവൽക്കരണവും നടത്തണം. ആ സാമാന്യവൽക്കരണം നടത്തുന്ന നിരീക്ഷണ പരീക്ഷണങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ശാസ്ത്രം എത്തിയിട്ടില്ല. അതിന് ആ വിഷയത്തിൻ്റെ പരിമിതിയാണ്, അതിൻ്റെ സങ്കീർണതയാണ്. അങ്ങനെ ഒരു നിഗമനം എത്താൻ അതിന് താമസിക്കുന്നു. ഇനി ഒരു പക്ഷേ 10-50 കൊല്ലം കൊണ്ടും ഒരു കണിശമായ തീരുമാനം പറയാൻ കഴിയുമോ എന്നറിഞ്ഞുകൂടാ. അറിയാത്ത കാര്യം ഹിപ്പോത്തസിസായിട്ട് അവതരിപ്പിക്കുകയല്ലാതെ അത് തിയറിയാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന രീതി ശാസ്ത്രത്തിനില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം ചോദ്യകർത്താവിനുണ്ടായിട്ടുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷിഹാബ്, അറബി കോളേജ് വിദ്യാർത്ഥിയാണ്. എനിക്ക് ചോദിക്കാനുള്ളത് അക്ബർ സാഹിബിനോടാണ്. ഇവിടെ കലാനാഥൻ മാഷ് സംസാരിച്ചപ്പോൾ 2ാമത്തെ ഖണ്ഡനത്തിൽ അദ്ദേഹം ഭൂമി ഉരുണ്ടതാണെന്ന് ഖുർആനിലെവിടെയും പറഞ്ഞിട്ടില്ല, ഭൂമി പരന്നതാണെന്നാണ് മുഴുവൻ കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടി നടത്തിയത് ഖുർആന്റെ ഒരു ഭാഗത്ത് നിന്ന് 8 ദിവസങ്ങളിലായിട്ടാണെന്നും മറ്റൊരു സ്ഥലത്ത് നിന്ന് 6 ദിവസങ്ങളിലായിട്ടാണെന്നും പറയുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഒരു വിശദീകരണം ആവശ്യമാണ്. 2 കാര്യങ്ങൾ.
പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഭൂമിയുടെ ആകൃതി, നമ്മൾ ഈ കാര്യം പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി ഇവിടെ നമ്മൾ ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിന് ഒരു സ്രഷ്ടാവുണ്ടോ എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്നാൽ വേദഗ്രന്ഥം ഇതിൽ നിന്ന് ഭിന്നമായ ചില വസ്തുതകളുടെ സമാഹാരമാണ്. ഇസ്ലാമിക വീക്ഷണത്തിൽ വേദഗ്രന്ഥം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് നിരീക്ഷണങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെ എത്തിച്ചേരാൻ സാധ്യമല്ലാത്ത മനുഷ്യാസ്തിത്വവുമായി ബന്ധമുള്ള അടിസ്ഥാനപരമായ മനുഷ്യന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ വേണ്ടിയുള്ളതാണ് വേദഗ്രന്ഥങ്ങൾ. അടിസ്ഥാനപരമായി പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത് അതിനു വേണ്ടിയാണ്. മനുഷ്യൻ വന്നത് എവിടെ നിന്നാണ് എന്നും മനുഷ്യൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നും മനുഷ്യൻ എങ്ങനെ ഇവിടെ ജീവിക്കണമെന്നുമുള്ള മനുഷ്യന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. അതിന് കാരണമുണ്ട്. ജൈവലോകത്തെല്ലാം തന്നെ ജീവികൾക്ക് ആവശ്യമായ സകല അറിവുകളും ജന്മനാ നൽകിയിരിക്കുന്നു. ആ അറിവുകൾ കലാനാഥ മാസ്റ്റർ പറഞ്ഞ അതിൽ നിന്ന് പിന്നീട് പുരോഗമിക്കാൻ സാധ്യമല്ലാത്ത എന്തുകൊണ്ടാണ്? അതിനുള്ള കഴിവ് അവർക്ക് നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. ആ കഴിവ് നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. കേവലമായ അവയവങ്ങളുടെ മാത്രം പരിമിതിയല്ല. അതേസമയം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മയും തിന്മയും ചെയ്യുവാനും നാഗരികതകൾ പടക്കുവാനും അതോടൊപ്പം തന്നെ നശീകരണങ്ങൾ ഉണ്ടാക്കുവാനും കഴിയും. അവിടെ മനുഷ്യന് മാർഗദർശനം അനിവാര്യമാണ്. ആ മാർഗദർശനവുമായിട്ടാണ് പ്രവാചകന്മാർ വന്നത്. പ്രവാചകന്മാരിലൂടെയാണ് മാർഗദർശക ഗ്രന്ഥങ്ങളായ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത്. വേദഗ്രന്ഥങ്ങളിൽ അവസാനത്തേതാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയുള്ളതല്ല. ഭൂമിയുടെ ആകൃതി എന്താണ്, ഭൂമിക്ക് എത്ര ആരുണ്ട്, ഭൂമിക്ക് എത്ര ചുറ്റളവുണ്ട്, ഭൂമിക്ക് എത്ര വ്യാപ്തമുണ്ട്, ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലെന്താണ്, എത്ര നക്ഷത്രങ്ങളുണ്ട്, ഇതെല്ലാം തന്നെ ഖുർആനിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് മനുഷ്യന് അവൻ്റെ ധിഷണ ഉപയോഗിച്ച് അറിവ് ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യായാമത്തിന് അനിവാര്യമല്ലാതാകും. മനുഷ്യൻ അറിവ് അവൻ്റെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് എത്തിച്ചേരുവാൻ കഴിയുന്ന കാര്യങ്ങൾ, ആ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് തന്നെ അവന് നേടിയെടുക്കാൻ കഴിയുന്ന അറിവുകൾ അത് ഉപയോഗിച്ച് തന്നെ നേടിയെടുക്കണം എന്നാണ് പടച്ച തമ്പുരാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന്റെ പുരോഗതി ഉണ്ടാകുന്നതും. അല്ലെങ്കിൽ മനുഷ്യന് പുരോഗതി ഉണ്ടാവുകയില്ല. അത് മനുഷ്യൻ അങ്ങനെയാണ് പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ വേദഗ്രന്ഥം, പിന്നെ പരിശുദ്ധ ഖുർആനെ കുറിച്ച് നമ്മുടെ അവകാശവാദം എന്താണ്? 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അബദ്ധങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. അവിടെയാണ് കലാനാഥ മാഷ് പറഞ്ഞിട്ടുള്ളത് ഖുർആനിലെ ഭൂമി പരന്നിട്ടാണ്. ഖുർആനിലെ ഭൂമി പരന്നിട്ടാണ്. ഞാൻ ആധുനിക ഭൗതികത്തിന്റെ ജ്ഞാനശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് ചോദിക്കട്ടെ, യഥാർത്ഥത്തിലുള്ള ഭൂമി ഉരുണ്ടിട്ടാണോ പരന്നിട്ടാണോ? യഥാർത്ഥത്തിലുള്ള ഭൂമി ഉരുണ്ടിട്ടാണോ പരന്നിട്ടാണോ? ഭൂമി സൂര്യന് ചുറ്റുമാണോ ചുറ്റുന്നത്, അതല്ല നേർരേഖയിലൂടെയാണോ? ഈ ചോദ്യങ്ങൾക്ക് ആധുനിക ഭൗതികത്തിന്റെ ജ്ഞാനശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകുവാനുള്ള ഉത്തരം മനുഷ്യന് ആപേക്ഷികമായി ഭൂമി പരന്നിട്ടാണ് എന്നും സൂര്യൻ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തിന് ആപേക്ഷികമായി, അതല്ലെങ്കിൽ ഭൂമിക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു പോയിന്റിന് ആപേക്ഷികമായി ഭൂമി ഉരുണ്ടിട്ടാണ് എന്നുമാണ്. അതേസമയം സ്ഥലകാലത്തിനാപേക്ഷികമായി സ്ഥലകാല വർത്തുളത്തിലൂടെ അല്ലെങ്കിൽ സ്ഥലകാല നൈരന്തര്യത്തിലൂടെയുള്ള ഭൂമിയുടെ ചലനം നേർരേഖയിലൂടെയാണ് എന്നും, എന്നാൽ സൂര്യനാപേക്ഷികമായി ഭൂമിയുടെ ചലനം സൂര്യന് ചുറ്റുമാണ് എന്നുമെല്ലാമാണ്. അഥവാ മനുഷ്യന് ആപേക്ഷികമായി ഭൂമി പരന്നിട്ടാണെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അവന്റെ വർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ വിധാനമാണ്, പരപ്പ് ആണ് അവൻ അനുഭവവേദ്യമാകുന്നതാണ് അർത്ഥം. പരിശുദ്ധ ഖുർആൻ ഭൂമി മനുഷ്യന് വേണ്ടി നൽകിയ സൗകര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഭൂമിയെ വിധാനിച്ചത് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയെ തൊട്ടിലാക്കിയത് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയെ വിരിപ്പാക്കിയത് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഭൂമിയെ തൊട്ടിലാക്കി എന്ന് പറഞ്ഞതിൽ നിന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ശാസ്ത്രജ്ഞനും ഒരു ഇസ്ലാമിക ഒരു മുസ്ലിമും മനസ്സിലാക്കിയിട്ടില്ല ഭൂമിയുടെ 2 തലയും മുകളിലേക്ക് പിടിച്ച് കെട്ടിയിട്ട് ഇങ്ങനെ ആട്ടുന്ന സ്ഥലമാണ് ഭൂമി എന്ന്. മറിച്ച് ഭൂമിയെ വിരിപ്പാക്കി എന്ന് പറഞ്ഞതിൽ നിന്ന് ഒരാളും മനസ്സിലാക്കിയിട്ടില്ല പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്ന ഭൂമി തന്നെ അങ്ങനെ വലിച്ച് എവിടെയോ കെട്ടിയിട്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല. മറിച്ച് എന്താണ്, മനുഷ്യന് ഭൂമിയിൽ നൽകിയ പ്രത്യേക സൗകര്യങ്ങളെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നത്. മനുഷ്യനോട് ഭൂമിയെ വിധാനിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ, മനുഷ്യ നിനക്ക് ഇതേപോലെ ഭൂമിയിൽ വിഹരിക്കുന്നത് പോലെ മറ്റൊരാകാശ ഗോളത്തിലും അറിഞ്ഞിടത്തോളം വിഹരിക്കാനുള്ള സൗകര്യമില്ല. ഭൂമിയെ വിരിപ്പാക്കിയതിനെ കുറിച്ച് പറയുമ്പോൾ ഭൂമിയിൽ ഒരു വിരിപ്പിൽ കിടന്നുറങ്ങുന്നത് പോലെ ഭൂമിയിൽ അല്ലാതെ വേറെ എവിടെ മനുഷ്യന് കിടക്കാൻ കഴിയും? ചന്ദ്രനിൽ പോയപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ഓക്സിജൻ ഇട്ട് നമ്മൾ പോയത് അല്ലേ?
അതേപോലെ ഒരു തൊട്ടിലിൽ കിടന്നുറങ്ങുന്നത് പോലെ ഭൂമിയിലല്ലാതെ വേറെ എവിടെ മനുഷ്യന് കിടന്നുറങ്ങാൻ കഴിയും? ഒരു തൊട്ടിലിൽ കുട്ടി കിടക്കുന്ന ആ സമാധാനത്തോടെ, തൊട്ടിലാടുന്നുവെങ്കിലും ഭൂമി ചലിക്കുന്നുവെങ്കിലും അപ്പോൾ ഭൂമിക്ക് ആപേക്ഷികമായി പറയുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യന് ആപേക്ഷികമായി പറയുമ്പോൾ ഭൂമിയുടെ വിധാനത്തെക്കുറിച്ച്, ഭൂമിയെ വിരിപ്പാക്കിയതിനെക്കുറിച്ച്, തൊട്ടിലാക്കിയതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അതേസമയം ഭൂമിക്ക് പുറത്തുള്ള പ്രതിഭാസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ ഭൂമിയുടെ ഗോളാകൃതിയെക്കുറിച്ച് സൂചനകൾ നൽകുന്നുണ്ട്. ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറത്ത് സുമറിലെ 5-ാമത്തെ വചന ഉദാഹരണം, യുക്കബ്ബിറുൽ ലൈല അലൻ നഹാരി വ യുക്കബ്ബിറുൽ നഹാര അലൽ ലൈൽ. ഇവിടെ വെറുതെ ചുറ്റുന്നു എന്നല്ല, കബ്ബറ യുക്കബ്ബിറു എന്നുള്ള അറബി പദത്തിനർത്ഥം ഒരു ഗോളം മറ്റൊരു ഗോളത്തിൽ ചുറ്റുന്നതാണ്. കബ്ബറ കുറത്തിൽ നിന്നുണ്ടായത്. ഏത് മുസ്ലിം ആകണ്ട, പിന്നെ നമ്മുടെ ഏത് അറബി പണ്ഡിറ്റുകളുണ്ടല്ലോ, യുക്തിവാദികളായ ചോദിച്ചു നോക്കിയാൽ മതി. കുറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പന്താണ്. ആ പന്ത് ഒരു ഗോളം മറ്റൊരു ഗോളത്തെ ചുറ്റുന്നതിന് അത് പറയുള്ളൂ. അപ്പൊ എന്താ ഇപ്പോഴാണത് പറയുന്നത് എന്നാണ്, ഇപ്പോഴാണ് ഇത് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ നിന്ന് അറബികൾ എന്തെങ്കിലും ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ട് എന്ന് തന്നെയാണ് അതിന് ഉത്തരം. ഞാൻ പി ഗോവിന്ദപിള്ളയുടെ ഒരു ഉദ്ധരണി വായിക്കട്ടെ. ഈ ലക്കം ഇന്ന് പുറത്തിറങ്ങിയ കുങ്കുമാണ്. ഇത് കവർ വല്ലാതെ കാണാൻ പറ്റൂല. പിന്നെ കുങ്കുമാണ്. പി ഗോവിന്ദപിള്ള ചരിത്രം സൃഷ്ടിക്കുന്ന ശാസ്ത്ര ചരിത്ര ഗ്രന്ഥം എന്നുള്ള നേരെ ലോസ്റ്റ് ഡിസ്കവറീസ് എന്ന പുസ്തകം ഡിക് ടെറസിയുടെ, പി ഗോവിന്ദപിള്ള ഏതായാലും മതമൗലികവാദി അല്ലല്ലോ, ഡിക് ടെറസിയുടെ പുസ്തകത്തെ നിരൂപണം ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതുകയാണ്, ക്രിസ്തുവിന് മുൻപ് 3-ാം നൂറ്റാണ്ടിൽ അരിസ്റ്റാർക്കസ് എന്ന ഗ്രീക്ക് ദാർശനികൻ, ഒരുപാട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സമയം പതനമാശ് സമയം കൂടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രിസ്തുവിന് മുമ്പ് 3-ാം നൂറ്റാണ്ടിൽ അരിസ്റ്റാർക്കസ് എന്ന ഗ്രീക്ക് ദാർശനികനും ഈ സിദ്ധാന്തം അഥവാ സൗരകേന്ദ്ര സിദ്ധാന്തം, ഈ സിദ്ധാന്തം ആവിഷ്കരിച്ചിരുന്നു. ഇവ കുറെ കൂടി വിശദമായി അറേബ്യൻ ചിന്തകർ ആവിഷ്കരിച്ചു. പാതുവ സർവകലാശാലയിൽ പഠിക്കുന്ന കാലത്ത് ഈ അറേബ്യൻ കൃതികളുടെ ലാറ്റിൻ വിവർത്തനം ലഭ്യമായിരുന്നു എന്നും അവിടുന്നാണ് കോപ്പർനിക്കസിന് ഉൾക്കാഴ്ച ലഭിച്ചത് എന്നും തെരാസി ചൂണ്ടിക്കാണിക്കുന്നു. അറേബ്യൻ ചിന്തകർ എവിടെ നിന്ന് എടുത്തതാകട്ടെ, അത് അദ്ദേഹത്തിൻ്റെതായ വീക്ഷണം. തീർച്ചയായും അറേബ്യൻ ചിന്തകർക്ക് സ്വാധീനം ഉണ്ടാകാം, ഞാനത് ഇതാക്കുന്നില്ല. പക്ഷേ ക്രിസ്തുവിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ടായ ഇസ്ലാമിക ലോകത്തുണ്ടായ വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലത്ത് തന്നെ ഭൂമിയുടെ ആകൃതിയെയും സൂര്യനാണ് കേന്ദ്രമെന്നുമുള്ള തത്വങ്ങൾ അറേബ്യൻ പണ്ഡിതന്മാർ മനസ്സിലാക്കിയിരുന്നു എന്നാണ് അതിനർത്ഥം. എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹം ഈ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ യൂറോപ്പിൽ നടന്ന എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന ആ വിജ്ഞാന വിസ്ഫോടനമുണ്ടല്ലോ, വിപ്ലവം, അതിന് യഥാർത്ഥത്തിൽ കടപ്പെട്ടിരിക്കുന്നത് അറബികളോടാണ്, ഇസ്ലാമിക ദർശനത്തോടാണ് എന്ന് അദ്ദേഹം പറയാണ്. ഇതൊരു മുസ്ലിം ചിന്തകന്റെ വാക്കുകളല്ല. ഈ ഇന്ന് പുറത്തിറങ്ങിയ കുങ്കുമെടുത്ത് വായിച്ചു നോക്കിയാൽ മതി. ഞാനിത് സൂചിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞൊരു ചോദ്യത്തിന് കൂടി ഉത്തരമായിക്കൊണ്ടാണ്. ഇസ്ലാം ഏത് കാലത്തും ശാസ്ത്രത്തിന് എതിര് നിന്നിട്ടില്ല, ശാസ്ത്രത്തിന് പുറംതിരിഞ്ഞ് നിന്നിട്ടില്ല. പരിശുദ്ധ ഖുർആനും അങ്ങനെയില്ല. ഏതെങ്കിലും പുരോഹിതന്മാർ ചെയ്യുന്നു എന്നുള്ളത് ഇസ്ലാം കുറ്റക്കാരനല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യങ്ങളിലൊന്നും അബദ്ധമില്ല എന്നതാണ് വാദം. അതല്ല ഭൂമി ഇന്ന രൂപത്തിലാണ്, ഭൂമിയുടെ റേഡിയസ് എത്രയാണ്, ഭൂമിയുടെ ഡയമീറ്റർ എത്രയാണ് എന്ന് പഠിപ്പിക്കലല്ല ഖുർആനിന്റെ ലക്ഷ്യം. അബദ്ധമില്ല എന്നത് മാത്രമാണ് നമ്മുടെ വാദം. ഇനി മറ്റേ ചോദ്യം, അത് പറയൽ നിർബന്ധമാണ്, കലാനാഥ മാസ്റ്ററോട് ചോദിച്ച സ്ഥിതിക്ക്. തീർച്ചയായും ഒരുപാട് കാലമായി ഖുർആൻ വിമർശകർ കൊണ്ടു നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണമാണ് പരിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട്. അലി ദാഷ്തി അത് പറഞ്ഞിട്ടുണ്ട്. അലി ദാഷ്തിയെ നമുക്കൊന്ന് കാണണം, അത് വേറൊരു അവസരത്തിലാകാം ഇൻഷാ അല്ലാഹ്. കാരണം അലി ദാഷ്തി അയ്യയുടെ പുസ്തകം ഏത് രൂപത്തിൽ എങ്ങനെ കേരളത്തിൽ വന്നു എന്ന് നമ്മളൊന്ന് പഠിക്കുന്ന വേണം. ഞാൻ ആ വാക്യങ്ങളുടെ മലയാള പരിഭാഷ വായിക്കാം. നീ പറയുക, 2 ദിവസങ്ങളിലായി ഭൂമിയെ സൃഷ്ടിച്ചവനിൽ നിങ്ങൾ അവിശ്വസിക്കുകയും അവന് നിങ്ങൾ സമന്മാരെ സ്ഥാപിക്കുകയും തന്നെയാണോ ചെയ്യുന്നത്? അവനാകുന്നു ലോകങ്ങളുടെ രക്ഷിതാവ്. അതിൻ്റെ ഉപരിഭാഗത്ത് ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ അവൻ സ്ഥാപിക്കുകയും അതിൽ അഭിവൃദ്ധി ഉണ്ടാക്കുകയും അതിലെ ആഹാരങ്ങൾ അവിടെ വ്യവസ്ഥപ്പെടുത്തി വെക്കുകയും ചെയ്തിരിക്കുന്നു. 4 ദിവസങ്ങളിലായിട്ടാണ് അവൻ അത് ചെയ്തത്, ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി ശരിയായ അനുപാതത്തിൽ.
അതിനു പുറമെ അവൻ ആകാശത്തിലേക്ക് ഉപരിലോകത്തേക്ക് തിരിഞ്ഞു. അതൊരു പുകയായിരുന്നു. എന്നിട്ട് അതിനോടും ഭൂമിയോടും അവൻ പറഞ്ഞു, നിങ്ങൾ രണ്ടും അനുസരണപൂർണ്ണവും നിർബന്ധിതമായും വരിക. അവ രണ്ടും പറഞ്ഞു, ഞങ്ങൾ ഇത് അനുസരണമുള്ളവരായി വന്നിരിക്കുന്നു. അങ്ങനെ 2 ദിവസങ്ങളിലായി അവയെ അവൻ 7 ആകാശങ്ങളാക്കി തീർത്തു. ഓരോ ആകാശത്തിലും അതാതിൻ്റെ കാര്യം അവൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതാണ് 2 + 4 + 2 = 8 എന്ന് പറയുന്നത്. ഇസ്ലാമിക പണ്ഡിതന്മാർ മുൻപ് തന്നെ പരിശുദ്ധ ഖുർആനിലെ മറ്റു ഭാഗങ്ങളിൽ പറയുന്ന 6 ഘട്ടങ്ങളായിട്ടാണ് എന്ന് പറയുന്നതിന് വൈരുദ്ധ്യമല്ലേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് വളരെ വിശദമായി പറയേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഈ വചനങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ട്. എന്താണ്? പരിശുദ്ധ ഖുർആനിൽ ആദ്യം പറയുന്ന ഭൂമിയുടെ സൃഷ്ടിയെക്കുറിച്ച്, പിന്നീട് പറയുന്ന ഭൂമിയിൽ ഉണ്ടാക്കിയ വസ്തുക്കളെക്കുറിച്ച്. ചില പണ്ഡിതന്മാർ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് 4, ഈ 2ഉം 4ഉം കൂടി കൂട്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഉപരിലോകത്തെക്കുറിച്ച് 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഘട്ടങ്ങളാണ്. ദിവസം എന്നുള്ള അർത്ഥം അറബി ഭാഷയിൽ യൗം എന്നുള്ള പദത്തിന് ഘട്ടം എന്ന് അർത്ഥം. ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു ചർച്ചയാണ്, സമയം ഒരുപാട് എടുക്കും ആ ചർച്ചയിലേക്ക് പോയാൽ. ഇവിടെ പറയുന്നത് എന്താണ്? ആദ്യം പറഞ്ഞു 2 ഘട്ടങ്ങളായി ഭൂമിയെ സൃഷ്ടിച്ചു. പിന്നീട് പറഞ്ഞു 4 ഘട്ടങ്ങളായി ഭൂമിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. പിന്നീട് പറഞ്ഞു ഉപരിലോകത്തെ 2 ഘട്ടങ്ങളായി സൃഷ്ടിച്ചു. അവിടെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഭൂമിയോടും ഉപരിലോകത്തോടും ഒരേപോലെ പറഞ്ഞു പടച്ച തമ്പുരാൻ, നീ വരിക, നിങ്ങൾ വരിക എന്ന്. പടച്ച തമ്പുരാന്റെ നമ്മുടെ ഈ ഇതിനെക്കുറിച്ച് പറഞ്ഞതുപോലെ നമ്മുടെ വിശദീകരണത്തിനപ്പുറത്തുള്ള ഒരു ലോകമാണ്. ഏതായിരുന്നാലും അവിടെ ഈ 2 ഘട്ടത്തിൽ ആദ്യത്തെ 2 ഘട്ടം തന്നെയാണ് അവസാനം പറയുന്ന 2 ഘട്ടം എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഖുർആനിൽ എവിടെ 8 എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ആദ്യത്തെ 2 ഘട്ടം ഭൂമി ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ആ ഭൂമി ഉണ്ടാക്കിയ 2 ഘട്ടവും പിന്നീട് ആ ഉപരിലോകം ഉണ്ടാക്കിയ 2 ഘട്ടവും ആ 2 ഘട്ടവും ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് 2നോടും കൂടി വരാൻ പറഞ്ഞു, 2നോടും കൂടി ഒന്നിച്ച് വരാൻ പറഞ്ഞു. അപ്പൊ 2ഉം 4ഉം 6 മാത്രമേ ആകുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. ഇത് വളരെ കൃത്യമാണ്. വചനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ് യാഥാർത്ഥ്യം. വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പഠിച്ചാൽ ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയും. ആലിദാസ്തി മാത്രമല്ല, ഖുർആനിന്റെ വിമർശകന്മാർ ഒരുപാട് കാലമായി ഉദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിലെ വൈരുദ്ധ്യമല്ല അത് എന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല, ഇത് വളരെ പച്ചയായ ഒരു കാര്യമല്ലേ. നിങ്ങൾ ആലോചിച്ചൊക്കെ മുഹമ്മദ് നബി എഴുതിയുണ്ടാക്കിയതാണെന്നുള്ള വൈരുദ്ധ്യമാണെന്ന് പറഞ്ഞിട്ട് സ്ഥാപിക്കാൻ ശ്രമിക്കണേ. എന്താ ഇത് വളരെ പച്ചയായിട്ട് മുഹമ്മദ് നബി 6 ഘട്ടം എന്ന് ഒരു 10-12 പ്രാവശ്യം ഖുർആനിലുണ്ട്. ഒരു പ്രാവശ്യമൊന്നുമല്ല. മുഹമ്മദ് നബി എഴുതിയാണെന്ന് വിചാരിക്കുക. 6 ഘട്ടം എന്ന് ഒരു 10 പ്രാവശ്യമെങ്കിലും ഒരുപാട് തവണ പരിശുദ്ധ ഖുർആനിലുണ്ട്. എന്നാൽ ഒരു തവണ മുഹമ്മദ് നബി 8 ഘട്ടം എന്നാണ്ട് പറയാണോ? അങ്ങനെ പറയൂ ഒരു മനുഷ്യൻ തന്നെ എഴുതിയാണെങ്കിൽ? ഇത് നേർക്കുനേരുള്ള കാര്യങ്ങൾ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാളാണ് എഴുതിയെന്നുള്ള കാര്യത്തെ, ഒരാൾ തന്നെയാണ് എഴുതിയത് എന്നുള്ള കാര്യത്തെ ഭൗതികവാദികളുടെ അഭിപ്രായ വ്യത്യാസമല്ലല്ലോ. മുഹമ്മദ് നബിയാണ് എന്നുള്ള മാത്രമുള്ള ആൾക്കാർക്കും ഇത് നേർക്കുനേരൊരു നമ്പറാണ്. ആ നമ്പറിൽ തന്നെ ഇങ്ങനെ വൈരുദ്ധ്യം, അതും അടുത്തടുത്ത വചനങ്ങളിൽ വൈരുദ്ധ്യം ഉണ്ടാകുമോ? തീർച്ചയായും അങ്ങനെ ഉണ്ടാവുകയില്ല യുക്തിപരമായി. മറിച്ചത് പടച്ച തമ്പുരാന്റെ വചനമാണ്. ആ വചനത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞ വൈരുദ്ധ്യമല്ല. ആ വചനങ്ങൾ പൂർണ്ണമായി വായിച്ചാൽ മനസ്സിലാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.